സുഖമായി അങ്ങേക്ക് നന്ദിയപ്പ നന്ദിയോട് സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാവുകയില്ല. പച്ചയായ പുഷ്പങ്ങൾ എന്നെ കിടത്തുന്ന സ്വസ്ഥയുള്ള ഇടത്തിനരികിലേക്ക് എന്നെ നടത്തുന്ന എന്റെ പ്രാണനെ അവൻ അനുഭവിക്കുന്നു. തിരുനാമത്തിന് ഇരുപാതകളിൽ കൂടി നടത്തുന്നു. കൂടി നടത്താൻ ഞാൻ ഒരു അനുഭവം ബൈബിളിൽ അങ്ങോടുകൂടി പിന്നെ തലയെന്നുള്ള അഭിഷേകം ചെയ്യുന്നതിന് പാനപാത്രം നിറഞ്ഞു കവിയുന്ന നന്മയും കരുണയും രാഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ ഘോടാരത്തിൽ ദീർഘകാലം വസിക്കുന്ന നന്ദിയോട് സ്തുതിക്കുന്നപ്പ. സഭയായുള്ള ഞങ്ങളെ ഈ പ്രാർത്ഥന വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ അപ്പൊ. ഹാലേലിയ. സാന്നിധ്യത്തിന്റെ മറവിലടികളെ മറയ്ക്കണമേ. ഹാലേലിയ. സ്തോത്രം. നന്ദി ദൈവമേ. നന്ദിയോട് സ്തുതിക്കുന്നപ്പ. പ്രാർത്ഥന അതിനെ കൈക്കൊള്ളതിനായി സ്തോത്രം. കർത്താവേ യേശു നാമത്തിൽ തന്നെ. ആമേൻ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നോ പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നോ പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ, തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ. അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ സ്തുതിക്കുന്നേ. അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ, അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാം. വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാം. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. രാം മുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കാ, രാം മുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കായി ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ, ഈ പകലൻ ജീവിതത്തിൽ തെറ്റുപറ്റാതെ രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്തിൽ താങ്ങണം. രക്തത്താലെ സൂക്ഷിച്ചെന്നെ തൃക്കരത്തിൽ താങ്ങണം. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി, ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനായി അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. അധികാരമുള്ള യേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നും പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ, സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നോ പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. നിന്നോ പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ഒരുമിച്ച് ഈ പുതിയ മാസത്തിൻ്റെ പ്രാരംഭ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവാത്മാവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഞാൻ സാധാരണഗതിയിൽ പ്രാരംഭത്തിൽ ഇത്ര നേരത്തെ കയറാറില്ല. 5:45 ഞാൻ പ്രയർ സ്റ്റാർട്ട് ചെയ്യാറ്. അതുവരെ നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാറാണ് പതിവ്. പക്ഷെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 മർമ്മങ്ങൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ് നമ്മൾ ഇച്ചിരി നേരം അന്യഭാഷ പ്രാർത്ഥിച്ച ശേഷം നമ്മൾ
ഇതൊരു പുതിയ മാസത്തിൻ്റെ പ്രാരംഭ പകലാണ്. ഇന്ന് രാവിലെ നമുക്ക് തിരുവചനത്തിനകത്തൂടെയുള്ള ഒരു ബ്ലെസ്സിങ്ങിൻ്റെ വചനം കൂടെ കേട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആരംഭത്തിൽ ഞാൻ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത പറയുകയാണ്. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുടെ പ്രത്യേകത, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അമിതമായ പ്രാധാന്യതയുണ്ട്. അന്യഭാഷയിലെ പ്രാർത്ഥനയൊക്കെ അവഗണിക്കുന്ന, അതിനൊന്നും വലിയ പ്രാധാന്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ ധ്യാനിക്കുകയും ബൈബിളിനകത്തുള്ള വചനങ്ങൾ ധ്യാനിക്കുകയും ആ വചനങ്ങൾ പഠിപ്പിക്കുകയും അതിനപ്പുറത്ത് അങ്ങനെ ഒരു ആത്മതലത്തിലേക്ക് പ്രവേശിക്കാതെ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവചനത്തിനകത്ത് ഒരു സ്പിരിച്വൽ വരം നിങ്ങളുടെ അകത്ത് ആക്ടിവേറ്റ് ആകണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ അന്യഭാഷയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ എപ്പോഴും കൂടുതൽ സംസാരിക്കുന്ന പ്രത്യേകിച്ച് ഈ ജിബിൻ പാസ്റ്ററിനോട് എപ്പോഴും പറയും, പാസ്റ്റർ എന്നെ വിളിച്ചോ, ഞാൻ വന്നെടുത്തോളാം എന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ട്. അപ്പോൾ ജിബിൻ പാസ്റ്റർ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ ഇവിടുത്തെ ക്ലാസ്സുകൾ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ട് പറഞ്ഞു. പക്ഷേ ഞാൻ ആദ്യമൊന്നും എനിക്കിത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മോളിൽ കൂടെ പോകുമായിരുന്നു. ഞാനിപ്പോൾ വേർഡിൻ്റെ റെവലേഷൻ ശരിക്കും എൻ്റെ അകത്ത് കയറുന്നു. ഏറ്റവും നന്നായിട്ട് വേർഡ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഇവിടെയാണ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു പാസ്റ്റർ. എന്നിട്ട് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയ്ക്ക് താൻ പ്രാധാന്യത കൊടുത്തു. കഴിഞ്ഞ ദിവസം തൻ്റെ ചർച്ചിൽ നടന്ന ആരാധന ഒരു ഭയങ്കര അത്ഭുതം ഉണ്ടായി. താൻ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ആളെ താൻ വിഷനിൽ കാണാൻ തുടങ്ങി. കണ്ടോ? അപ്പം റെവലേഷനിലുള്ള വളർച്ചയും അന്യഭാഷയുള്ള പ്രാർത്ഥനയും കൂടെ ഒരുമിച്ച് ചേരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകാൻ തുടങ്ങും. ഒറ്റ വാക്കോട് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ ടൈം എടുക്കുകയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങൾക്കറിയാലോ UK പോയിട്ട് ഇവിടെ വന്നു. നമ്മുടെ UK ദേവദാസൻ നിഖിൽ പാസ്റ്റർ, എനിക്കൊരു മിനിസ്ട്രി ഉണ്ട്. നിഖിൽ പാസ്റ്റർ അവർ അന്യഭാഷ പ്രാർത്ഥിക്കുന്ന എത്ര മണിക്കൂറാണെന്നറിയോ? സ്തംഭിച്ചു പോകും നമ്മൾ. രാത്രി അവിടുത്തെ UK ടൈം 2:30 മണിക്ക് തുടങ്ങുന്ന അവരുടെ അന്യഭാഷയുള്ള പ്രാർത്ഥന, വൈകിട്ട് 2:30 തുടങ്ങുന്ന പ്രാർത്ഥന രാത്രി 1 മണി വരെ, അതായത് 11 മണിക്കൂറൊക്കെ നിരന്തരം അവരെല്ലാവരും കൂടെ ചേർന്ന് ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് 500-600 പേരൊക്കെ ചേർന്ന് അന്യഭാഷ പ്രാർത്ഥിക്കുക. എന്താ എൻ്റെ റിസൾട്ട് എന്നറിയോ? ദൈവാത്മാവ് കൃത്യമായിട്ട് പല കാര്യാദികൾ വെളിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം UK ടൗണിനകത്ത്, ഏറ്റവും സെൻട്രൽ ലണ്ടൻ്റെ അകത്ത് ഒരു മീറ്റിംഗ് ക്രമീകരിക്കാനായിട്ട് കർത്താവ് ദേവദാസന് സാവകാശം നൽകി. ഞാൻ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. ഏകദേശം 100-ൽ താഴെ, ഒരു 80-90 ഇടയിലുള്ള തദ്ദേശീയവാസികൾ, അതായത് അവിടെയുള്ള ആൾക്കാർ, ആഫ്രിക്കക്കാർ, ഇവരെല്ലാം വരാൻ കാരണം ഒരു വരം തുറന്നുകൊണ്ടാണ്. നമ്മുടെ ഇടയിൽ വരം വേണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വരത്തിനല്ല പ്രാധാന്യത, പുത്രത്വത്തിനാണ് പ്രാധാന്യം എന്നൊക്കെ ഇതൊന്നും അറിവുകേട് കൊണ്ട് പറയുന്നതാണ്. ബൈബിളിനകത്ത് എല്ലാറ്റിനും അതിൻ്റെതായ പ്രാധാന്യതയുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഇടയിൽ ദൈവാത്മ വരങ്ങൾ തുറക്കണം. വരമാണ് ജനത്തെ സഭയ്ക്കകത്തേക്ക് ഇടിച്ചു കയറ്റിക്കൊണ്ടത്. ശുശ്രൂഷയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം വരമാണ്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം, നിങ്ങളുടെ അകത്ത് മറ്റ് സൗണ്ടുകൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അടുത്ത 5-10 മിനിറ്റ് 5-8 മിനിറ്റ് നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ഈ മാസത്തേക്ക് ദൈവാത്മാവ് തന്നിരിക്കുന്നൊരു വചനം നമ്മൾ ധ്യാനിക്കും. അതുകൊണ്ട് കട്ടുന്ന എല്ലാവരും അന്യഭാഷ ഞാൻ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് വേറെ ആൾ കിടക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ഒഴിവുള്ളവരുണ്ട്. അതൊന്നുമല്ല ഞാൻ പറയുന്നത്. പറ്റുന്നവരൊക്കെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒരു ശതമാനം ഇനിയൊരു പ്രേരണ കൂടാതെ, നമ്മളിപ്പം 40 പേര് ആഡായിട്ടുണ്ട്, ഇനി ആൾക്കാർ ആഡാകുന്നേ ഉള്ളൂ. അടുത്ത ചില മിനിറ്റുകൾ എല്ലാവരും കൂടെ ചേർന്ന് മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ഒരു 5-6 മിനിറ്റ് നേരം ഒരു പരപ്രേരണ കൂടാതെ അന്യഭാഷ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാവരും അന്യഭാഷയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഷസ്കന ലഗത്തുരാധന പ്രൗഷസ്കനാദിന. ഒരു പുതിയ മാസം നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സ്പർശനം നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, നമ്മുടെ എല്ലാവരുടെ മേലും ദൈവാത്മ തുറക്കേണ്ടവനായി ഷാംദൽ ഘടകദന ആയിഷസ്കന ഘടകദന. അന്യഭാഷ സംസാരിക്കുന്നവൻ അവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. അവന്റെ മേൽ സ്പിരിച്വൽ റിലങ്ങൾ തുറന്നു വരും, സ്പിരിച്വൽ അതോറിറ്റികൾ ഓപ്പൺ ആയി വരും. അന്തരാഭിനാദന പ്രൗഷവന ഘടകദനാദന അന്തൽ ഘടകദന വൈഷ പ്രൗഢവന ഘടകദനാര ഘടകദന വൈഷ പ്രൗഢവന ഘടകദന ലൗഷ ഹാംദിനി വൈഷസ്കോ ലിഖോറ ബഹാഷസ്കോരിബിനി ഹണ്ടസ്കനേദിനി റൗക്ഷസ്കനാദിന ലംധുരിബിനി ഹഷസ്കന ലൗകബ ഹത്തരേദിനി പ്രൗഢവന ഐഷസ്കനാദിന പ്രൗഢവന അന്തൽ ഘടകദന വൈഡ ഘടകദന. സ്ഫുടമായിട്ട് അന്യഭാഷ പറയുക, സ്ഫുടമായിട്ട്. ഈ രാവിലെ അന്യഭാഷ സംസാരിക്കുമ്പോൾ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. അവന്റെ ബുദ്ധി
ബുദ്ധി അഫലമാവുകയാണ്. റാംദൽ ഘടകത്തിന് വൈശസ്കന് ബുദ്ധി അഫലമാകുന്നിടത്താണ് സ്പിരിച്വൽ മിസ്റ്ററികൾ ഓപ്പൺ ആകുന്നത്. റാംദൽ ഖാനഗദിനി ഷസ്കനാദിന പ്രൗഢവന ഹത്തുൽ ഘടകത്തിന് ഓ റബ ഹഷസ്കേലിക ജ്യോതിബി ഹത്തുൽ പ്രൗഢവന ഷസ്കനേദിനി പ്രൗഢവന ഘടകത്തിന് വൈഡ ശന്തൽ ഘടകത്തിന് ഷസ്കന ലിബ പ്രൗഢവന ഹംദൽ പ്രൗഢവന ഘടകത്തിന് റൂഡാ റബബബന ഹത്തുദാദനാദിനാദന അംദൽ ഘടകതുന ബിനി ഘടകത്തിന് വൈഷ പ്രൗഢവന ഘടകത്തിന് ശക്തുര ധന പ്രൗഢവന ഹംദൽ ഘടകത്തിന് വൈഡ പ്രൗഢവന ഘടകത്തിന് ഷസ്കനാദിനാദന പ്രൗഢവന ഘടകത്തിന് ആരഘട്ട പ്രൗഢവന ഘടകത്തിന്. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ഞങ്ങളുടെ ജനത്തെ സഹായിക്കണമേ. ഈ മാസം ഒരു അനുഗ്രഹീത മാസമാകേണ്ടവന്, സ്പിരിച്വൽ റിലങ്ങൾ മുഴുവൻ തുറന്നു വരുന്ന ഒരു മാസമാകേണ്ടവന്, ജനം ആത്മാവിൽ ആഴങ്ങളിലേക്ക് കയറി വരുന്ന മാസമാകേണ്ടവന്. റംദൽ ഘടകത്തിന് അതുരപനകൾ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരുന്നു. ഷാദ റബപ്രൗഢവന ഹത്തലാദിനാദനാരകർഷസ് റംദൽ ഘടകത്തിന് വദിരബനി ഘടകത്തിന് ആരഘടകത്തിന് വൈഷ പ്രൗഢവന ഘടകത്തിന് ഹംദുൽ പ്രൗഢവന ഘടകത്തിന് ആരഘടകത്തിന് ഷസ്കനാദിനാദന പ്രൗഢവന ഘടകത്തിന് ആരഘടക പ്രൗഢവന ഘടകത്തിന് ഹൂഡ റബാന അബ്ദുൽ ഖദാദിന വൈഡ പ്രൗഢവന ഹഷസ്കനാദിനാദന പ്രൗഢവന ഘടകത്തിന് വൈഷ പ്രൗഢവന ഘടകത്തിന് അത്തുരാധന പ്രൗഢവന ഘടകത്തിന് വൈഷ പ്രൗഢവന ഘടകത്തിന് അംദൽ ഘടകത്തിന് വേദ പ്രൗഢവന ഘടകത്തിന് പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയിലേക്ക് അടുത്തു വരുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം, അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം. അങ്ങയുടെ സാന്നിധ്യം അതിന്റെ അടുത്ത തലത്തിൽ അനുഭവിപ്പാൻ, അങ്ങയുടെ മഹിമ അതിന്റെ അടുത്ത തലത്തിൽ അനുഭവിപ്പാൻ. റൗഷ ഹദരേ ഹബി പ്രൗഷവനം ഓ റഭാന രാശസ്കേദിലി പ്രൗഢവന ഹത്തുരാദന പ്രൗഢവന ഹംദൽ ഘടകദന അതുരവന ഘടകദന ഹത്തുരാദനാര ഘടകദന വൈഡ പ്രൗഢവന ഗതുരവന ഹർഷസ്കനാദിരാദനാര ഘടകദന രാജ 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 വൈഡ രാജ 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 ഓ റഭാന ഹർഷസ്കേദിലി ബിരി പ്രൗഢവന ഘടകദന ഗതുരവന ഘടകദന റംദൽ ഘടകദന റബച്ചസ്കനാദിരാദന പ്രൗഢവന ഹത്തൽ ഘടകദന വൈഡ പ്രൗഢവന അത്തുരാദന പ്രൗഢവന ഹദുരവന ഘടകദന ഹദുരബിനി ഘടകദന ഹത്തു പ്രൗഢവന അതര ഘടകജന ഹത്തുരാദനാര ഘടക പ്രൗഢവന ഘടകജന വൈഷ പ്രൗഢവന ഘടകദന അംദൽ ഘടകദന വൈഡ പ്രൗഢവന ഹട്ടസ്കനാദിരാദന പ്രൗഢവന ഘടകദന വൈഷ പ്രൗഢവന ഘടകദന. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇത് തുറക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തുറക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മതല ഞങ്ങളുടെ മേൽ ശക്തിയോട് തുറന്നു വരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഊറ റബക്ഷസ്കനാദിനാദന അംദൽ പ്രൗഢവന ഹദുരവന ഘടകദനം രാജ 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 പ്രൗഢവന
ഹത്തൽ ഘടകതന ഹതുരവന ഘടകതന ഹതുരവന ഘടകതന ശസ്കനാദിന പ്രൗഢവന ഘടകതന വൈഡ പ്രൗഢവന ഘടകതനം നമ്മൾ ഇങ്ങനെ സമയമെടുത്ത് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ മാൻ സത്യത്തിൽ ഓപ്പൺ ആവുകയാണ്. എൻ്റെ സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ ലിൻസി? ഓക്കെ. ഞാൻ ഇട്ടിരിക്കുന്ന വാക്യം കാണാമോ? എനിക്ക് ഈ സിസ്റ്റം കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കാത്ത ക്ലിയർ ആണല്ലോ അല്ലേ? നമ്മൾ ഇന്ന് രാവിലെ ഞാൻ ഇന്നലെ രാത്രി ഈ മെസ്സേജ് ഇട്ടില്ല. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ കയറുമോ എന്ന്. കാരണം എനിക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ 4 മണിക്ക് തന്നെ ദൈവാത്മാവിനെ എഴുന്നേൽപ്പിച്ച് ഞാൻ ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് രാവിലെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവർക്കും ഉള്ള സ്നേഹത്തെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ഇന്നലെ വളരെ ക്ഷേമത്തോടെ ഞാനിവിടെ എത്തിച്ചേർന്നു. ഇന്ന് ഒരു പുതിയ മാസത്തിൻ്റെ തുടക്കമാണ്. 2025 എന്ന അനുഗ്രഹീത ദൈവത്തിൻ്റെ മഹത്വം തുറക്കുമെന്ന് പറഞ്ഞ വർഷത്തിൻ്റെ 10ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 9 മാസങ്ങൾ നമ്മളെ വിട്ട് കടന്നുപോയി. പല ഉയർച്ച താഴ്ചകളൊക്കെ വന്നു നമ്മുടെ ജീവിതത്തിലെങ്കിലും ദൈവം വിശ്വസ്തനായി ഈ 10ാമത്തെ മാസത്തിൻ്റെ പ്രാരംഭ പകൽ വരെ നമ്മെ കൊണ്ടുവന്നതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തിയും ചെയ്യുകയാണ്. തിരുവചനത്തിനകത്ത് 10ാമത്തെ മാസത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനകത്തു നിന്നുള്ള ദൂത് നിങ്ങളോട് ദൈവാത്മാവ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞല്ലോ 4 മണിക്ക് ഞാൻ എഴുന്നേറ്റതാണ്. എനിക്ക് കുറച്ചു നേരം അന്യഭാഷ പ്രാർത്ഥിക്കാൻ തോന്നി. കാരണം നമ്മൾ ഈ 49 പേരിൽ ഇപ്പോൾ ഉള്ള 49 പേരിൽ 30-ൽ പരം ആൾക്കാർ ഓഡിയോ ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. പ്രത്യേകിച്ച് ഒരു ലോക്കൽ ചർച്ചിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ശക്തിയുണ്ട്. അതുപോലെ ഇതിപ്പോൾ നമ്മളൊരു സത്യം പറഞ്ഞൊരു ഇൻ്റർനാഷണൽ ചർച്ച് പോലെ നമ്മൾ ഒരുമിച്ച് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ മാസത്തെ പ്രാരംഭ ദിവസമായതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ നിങ്ങളെ ഒരു ആത്മീക സത്യം, അത് ഇന്നും അടുത്ത വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ദൈവം അനുവദിച്ചാൽ ഞാനിത് തുടരും. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് ഞാനിവിടെ വായിച്ചത്. ഞാൻ ഇട്ടിരിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം എടുത്ത് വായിക്കാമോ? മൈക്കോണിച്ചത് വായിക്കാമോ? 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി വന്നു. നമുക്ക് ഈ ചരിത്രം എല്ലാവർക്കും അറിയാം. പഴയ നിയമം വെറും കഥകളാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ദൈവവചനത്തിൻ്റെ മഹിമ അറിയാത്തതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ആദാം ചെയ്ത പാപത്താൽ മാനവകുലം മുഴുവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പാപത്തിൻ്റെ വലിയ ഭാരം, പാപത്തിൻ്റെ 4 മേഖലകളിലേക്ക് അവർ അധംപതിച്ചു പോയി. അത് ഭയങ്കര മ്ലേച്ഛതയിലേക്ക് പോയി. ഒടുവിൽ ദൈവം അവരെ ഒരു ന്യായവിധിയിലേക്ക് നടത്തി. ആ ന്യായവിധി ദൈവം അയച്ചത് വെള്ളപ്പൊക്കത്തിലൂടെയാണ്. ആ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, മോശെ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകം സ്നാനത്തിന് മുൻകുറിയാണ്. ആർക്കെങ്കിലും അറിയാമോ ആ വാക്യം എവിടെയാന്ന്? അതുകൂടെ ചേർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനകത്താണ് ഈ മിസ്റ്ററി കിടക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം. 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിക്കാമോ ഒരാൾക്ക്? 1 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ നിങ്ങൾക്ക് ഇട്ടാലേ വായിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, സോറി. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ പെട്ടകത്തിൽ കൂടെ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറിയാണ്. സ്നാനം ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയത്രേ. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. ആ പെട്ടകത്തിൽ അല്പജനമെന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. താഴെ പറയുകയാണ്, അത് സ്നാനത്തിനൊരു മുൻകുറിയാണ്. താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ, റിസറക്ഷൻ പവറിനാൽ നമ്മെയും അത് രക്ഷിക്കുന്നു. അപ്പം
10-ാം മാസത്തിലാണ് ബൈബിളിൽ സ്നാനത്തിന് നിഴലായിട്ടുള്ള ആദ്യത്തെ പദപ്രയോഗം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഫ്രേസ്. വ്യാഖ്യാനത്തിൽ വേണമെങ്കിൽ വേറെ വ്യാഖ്യാനിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ സ്നാനത്തിൻ്റെ ഒരു ഫ്രേസ്, ഒരു മെൻഷൻ ചെയ്യുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ട ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിലെ പദപ്രയോഗം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ. അപ്പോൾ എന്താ ഉണ്ടായത്? ജനം പാപം ചെയ്തപ്പോൾ ഭൂമിയിൽ ദൈവം വഷളത്വം നിറഞ്ഞപ്പോൾ ദൈവം ഭൂമിയെ ന്യായവിധിയാൽ ശിക്ഷിച്ചു. വെള്ളത്താൽ ദൈവം ജലപ്രളയത്തെ ശിക്ഷിച്ചു. അതിൻ്റെ നടുവിലൂടെ 8 പേര് വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ഇനി നമുക്ക് അവിടെ വന്ന് അതൊന്ന് കാണണം കേട്ടോ. എന്താ ഉണ്ടായെന്നറിയാമോ? 8-ാം മാസത്തിൻ്റെ അല്ലെങ്കിൽ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു സമയത്ത് ദൈവം ന്യായവിധി അയച്ച് ഭൂമിയെ മുഴുവൻ ദൈവം ന്യായവിധിക്കകത്തേക്ക് വിട്ടുവെങ്കിലും എന്നും നമ്മുടെ ദൈവം നമ്മളെ കൈവിടുകയില്ല. മാനവകുലത്തെ ദൈവം സൃഷ്ടിച്ചത് കൈവിടാനല്ല. അവിടെ പറഞ്ഞൊരു വാക്കോർക്ക്, ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഴുലോകത്തെയും ന്യായവിധി മൂടിയിരിക്കുമ്പോൾ ആരുമില്ലാതെ 8 പേർ ഒറ്റയ്ക്ക് പെട്ടകത്തിനകത്തൂടെ യാത്ര ചെയ്യുകയാണ്. ഭൂമി മുഴുവൻ വെള്ളം നിറഞ്ഞു. എവിടേക്കാണ് പോകുന്നത് അറിയാതെ ഈ പെട്ടകം വെള്ളത്തിന് മുകളിലൂടെ ആടി ഒലഞ്ഞ് യാത്ര ചെയ്യുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനപ്രകാരം, ദൈവത്തിൻ്റെ വാക്ക് പ്രകാരം സംഭവങ്ങൾ മുഴുവൻ പ്രതികൂലമാണെങ്കിലും അനുസരിച്ച് പെട്ടകത്തിനകത്തിരിക്കുന്ന 8 പേരെ ഓർക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന അധ്യായമാണ് 8-ാം അധ്യായം. ദൈവം ഒരു ജനതയെ ഓർക്കാൻ തുടങ്ങിയാൽ, തൊട്ട് താഴെ വായിക്കുകയാണ്, ദൈവം ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവുകൾ അടഞ്ഞു, ആകാശത്തിന്റെ കിളിവാതിൽ അടഞ്ഞു, ആകാശത്തുള്ള മഴ നിന്നു, വെള്ളം ഇടപെടാതെ ഭൂമിയിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. അടുത്ത ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. കേൾക്കണം നിങ്ങൾ, എന്താണ് അരാറാത്ത്? When the curse is reversed, that is അരാറാത്ത്. പെട്ടകം ഉറച്ചത് അരാരാത്തിലാണ്. ഈ പദം നിങ്ങളുടെ അകത്ത് കിടക്കണം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ബ്ലെസ്സിങ്ങിൻ്റെ റിലത്തിലേക്ക് എന്നെ തിരിച്ചുവിടാൻ ദൈവാത്മാവ് ഉപയോഗിച്ച വാക്യം ഈ വാക്യമാണ്. എൻ്റെ പ്രസംഗങ്ങൾ വിമർശനാത്മാവിൽ എന്നെ വിമർശിക്കാൻ കയറിയ ഒരാൾ ഈ പ്രസംഗം കേട്ടെന്ന് പറഞ്ഞു, സജിയേട്ടൻ, എൻ്റെ നമ്മുടെ സെൻറ്ററിലുണ്ടായിരുന്ന ഒരു ബാല്യകാല സുഹൃത്താണ്, ഒരു മോളാണ്. സജിയേട്ടൻ, ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയത് സജിയേട്ടൻ പ്രസംഗിക്കുന്ന ദുരുപദേശം കേൾക്കാനാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, കൃത്യമായി ദൈവാത്മാവ് ആഴത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കാര്യമാണ് ആ മോള് പറഞ്ഞത്. പെട്ടകം അരാരാത്തിൽ ഉറച്ചു. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് പെട്ടകത്തിനകത്ത് കയറിയ നോഹയും കുടുംബവുമേ, നിങ്ങൾ എത്ര വട്ടം കറങ്ങിയാലും, ഒരു ഗതിയില്ലാതെ വണ്ണം നിങ്ങൾ അലയേണ്ടി വന്നാലും, നിങ്ങളെ ഓർത്ത് കാറ്റടിപ്പിച്ച് അരാറാത്തിന്റെ മുകളിൽ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അരാറാത്ത് എന്താണ്? When the curse is reversed, that is അരാറാത്ത്. അത് ആരംഭിച്ചത് 7-ാം മാസം 17-ാം തീയതിയാണ്. എന്താ 7-ാം മാസം 17-ാം തീയതി പ്രത്യേകത? 7-ാം മാസം 10-ാം തീയതിയാണ് പെസഹ കുഞ്ഞാടിനെ മാറ്റി കെട്ടുന്നത്. 7-ാം ദിവസം 14-ാം തീയതിയാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നത്. 7-ാം ദിവസം 17-ാം തീയതിയാണ് പെസഹ കുഞ്ഞാട്. 10-ാം തീയതി അറുക്കപ്പെട്ടാൽ, 14-ാം തീയതി അറുക്കപ്പെട്ടാൽ 17-ാം തീയതി ആയിരിക്കണം യേശുക്രിസ്തു ഉയർത്തിട്ടുണ്ടായിരിക്കുക. എങ്ങനെ? ഞാൻ എല്ലാം മൊത്തത്തിലുള്ള കണക്കെടുക്കുകയാണ് കേട്ടോ. ഞാനിത് വിശദമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ എൻ്റെ വിഷയം താഴത്തെ ഭാഗമായതുകൊണ്ട് ഞാൻ ഒറ്റ വാക്ക് പറയുന്നു. യേശുക്രിസ്തു പെസഹ കുഞ്ഞാടായി, സാക്ഷാൽ പെസഹ കുഞ്ഞാടായി നമ്മുടെ കർത്താവ് അറുക്കപ്പെട്ടത് 7-ാം മാസം 14-ാം തീയതി ആണെങ്കിൽ അവൻ ഉയർത്തത് 7-ാം മാസം 17-ാം തീയതിയാണ്. നോഹയുടെ കാലഘട്ടത്തിലെ കണക്ക്. നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്. നമ്മുടെ ദൈവം സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. ദൈവം ക്രൂശിനെ കണക്ട് ചെയ്തിട്ടാണ് ലോകത്തിലെ സകല സംഭവങ്ങളെയും കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. പെട്ടകം അരാറാത്തിൽ ഉറച്ചപ്പോൾ 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. അനുഗ്രഹത്തിന്റെ പർവ്വതത്തിൽ പെട്ടകം ഉറച്ചാൽ ന്യായവിധിയുടെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. ന്യായവിധിയുടെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കും. ആദാമ്യ പാപത്താൽ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റും വന്നിരിക്കുന്ന സകല ന്യായവിധികളും, ആദാമ്യ പാപത്താൽ നമ്മുടെ ശരീരങ്ങളിലേക്ക് വന്നിരിക്കുന്ന, നമ്മുടെ ബിസിനസ് മേഖലയിൽ വന്നിരിക്കുന്ന, നമ്മുടെ തലമുറകളുടെ മേൽ വന്നിരിക്കുന്ന, നമ്മുടെ സാമൂഹ്യ തലത്തിൽ വന്നിരിക്കുന്ന സകലതിനെയും കുറഞ്ഞ് ഒടുവിൽ 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണാതായി വന്നു. പർവ്വത ശിഖരങ്ങൾ കാണായി വന്നു. എന്താ അതിന്റെ അർത്ഥം? എന്താ?
ജീവന്റെ തുടുപ്പുകൾ കാണാൻ തുടങ്ങി. ജീവന്റെ തുടുപ്പുകൾ കാണാൻ തുടങ്ങി. കഴിഞ്ഞ ചില മാസങ്ങളായി ഒരു തുടുപ്പ് കാണാത്ത, ഒരു സ്പർശനം കാണാത്ത, ഒരു ചലനം കാണാത്ത, ഒരിക്കലും ഒരു പച്ചപ്പ് കാണാത്ത, നോക്കിയേ, ആ വെള്ളം കൊണ്ട് ന്യായവിധി കൊണ്ട് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് പച്ചപ്പുകൾ കാണാൻ തുടങ്ങി. ഒരു പുതിയ തുടക്കം ആരംഭിക്കുകയാണ്. 10-ാം മാസം 1-ാം തീയതി ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങിയ ദിവസമാണ്. അവിടെ നിന്നാണ് തൊട്ടുപറയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ബൈബിൾ പറയുന്ന കവനന്റ് വെളിപ്പെടുന്നത്. ദൈവം നോഹയോടും കുടുംബത്തോടും ദൈവം ഉടമ്പടി ചെയ്യുകയാണ്. അത് തൊട്ടു താഴെ ചില ദിവസങ്ങൾക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ദൈവാത്മ നമ്മെ അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മാസം ഞാൻ ആത്മാവിൽ ഉറപ്പോടെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നെ എഴുന്നേൽപ്പിച്ച് എന്നോട് ഇടപെട്ടൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചു. എന്തൊക്കെ ന്യായവിധികൾ മുഴുവൻ ചുറ്റും അലയൊടിച്ചു നിന്നാലും, എന്തൊക്കെ പ്രതിസന്ധികൾ ചുറ്റും വല്ലാതെ മൂടി നിന്നാലും, ഇതൊന്നുമല്ല നിങ്ങളെ ദൈവാത്മാവ് ഈ വർഷം, ഈ മാസം കാണിപ്പിക്കാൻ പോകുന്നത്. ഒരു പുതിയ തുടക്കം ദൈവാത്മ തരാൻ പോവുകയാണ്. ഒരു പുതിയ പച്ചപ്പ് ദൈവാത്മ തരാൻ പോവുകയാണ്. ഈ വർഷം അങ്ങനെ, ഈ മാസം അങ്ങനെ പുതിയ പച്ചപ്പുകളും പുതിയ കവനന്റുകളും പുതിയ തലങ്ങളും ദൈവാത്മാവ് തുറക്കുന്ന ഒരു അനുഗ്രഹീത മാസമായി മാറാൻ പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കാണും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ പച്ചപ്പ് കാണും. നിങ്ങൾ അവന്റെ ജീവന്റെ തുടുപ്പ് കാണും. ജീവവൃക്ഷത്തിന്റെ ഇലകൾ നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. 1-2 മിനിറ്റുകൾ എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. 1-2 മിനിറ്റുകൾ ഇതൊന്ന് ധ്യാനിച്ചുകൊണ്ടൊന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പുതിയ തുടക്കങ്ങൾ ദൈവാത്മാവ് നൽകുന്ന ഒരു മാസമായി ഈ മാസം മാറട്ടെ. ഈ മാസം അങ്ങനെ മാറട്ടെ. ഈ മാസം ഒരു ബ്ലെസ്സിങ്. എന്താണോ ദൈവാത്മാവ് അരാറാത്തിൽ ഉറപ്പിച്ചപ്പോൾ ദൈവാത്മാവിന്റെ അകത്തുള്ള ലക്ഷ്യം, അതിലേക്ക് ചലിക്കുന്ന ഒരു പുതിയ തുടക്കത്തിന്റെ മാസമായി മാറട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കും. അത് തുറന്നു വരും. 7-ാം മാസം 17-ാം തീയതി അറാറാത്തിലാണ് ദൈവം പെട്ടകത്തെ ഉറപ്പിച്ചതെങ്കിൽ 10-ാം മാസം 1-ാം തീയതി ഉണ്ടോ ഒരു പുതിയ തുടക്കം നീ കണ്ടിരിക്കും. ഒരു പുതിയ തുടക്കം നീ കണ്ടിരിക്കും. ഒരു പുതിയ ആരംഭം നീ കണ്ടിരിക്കും. ഇത് ദൈവത്തിന്റെ സമയ ഘടികാരമാണ്. ഇത് ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. പരിശുദ്ധാത്മാവ് അങ്ങനെ തുറക്കുന്ന അങ്ങനെ ഇതുവരെ കാണാത്ത ചിലത് കാണിപ്പിക്കുന്ന, അറ്റുപോയെന്ന് ചിന്തിക്കുന്നവ, അവസാനിച്ചെന്ന് ചിന്തിക്കുന്നവ, ഇനിയൊരു പച്ചപ്പ് കാണില്ല, ഇനി അത് കാണില്ല. ഇനി ഞാനും എന്റെ കുടുംബം ഇതിനകത്ത് കിടന്ന് അലയുകയുള്ളൂ. എന്റെ ജീവിതം ഇങ്ങനെ വലയുകയുള്ളൂ. ഞാൻ ഇങ്ങനെ തകരുകയുള്ളൂ. ഒന്നിനും ഒരു പച്ചപ്പ് ഉണ്ടാകില്ല. ഒന്നിനും ഒരു പുതിയ തുടക്കം ഉണ്ടാകില്ല എന്ന് ചിന്തിച്ച് വലഞ്ഞിരിക്കുന്ന അവസ്ഥകളുടെ നടുവിൽ ഒരു പുതിയ തുടക്കം ദൈവാത്മാവ് ഇന്ന് രാവിലെ തുടങ്ങട്ടെ. ഒരു പുതിയ തുടക്കം ഈ 10-ാം മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇടുകയാണ്. നീ കാണും. ഞാൻ ഉറപ്പോടെ പറയും, ഞാൻ കാണും. ഞാൻ കാണും. സാധ്യതകൾ ഇല്ലാത്തിടത്ത് ഈ മാസം ഞാൻ സാധ്യതകൾ കാണും. ഒരു വഴിയില്ലാത്തിടത്ത് ഈ മാസം ഞാൻ വഴികൾ കാണും. അത് പറഞ്ഞു പ്രാർത്ഥിച്ചു. നീ അത് കാണും. നീ അത് കണ്ടിരിക്കും. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് അത് തുറന്നിരിക്കും കേട്ടോ. ഓരോ കുടുംബങ്ങളുടെ മേലും ദൈവാത്മാവ് അത് തുറക്കാൻ പോവുകയാണ്. ഓരോ വ്യക്തികളുടെ മേൽ, വിശ്വസിക്കുന്നവരുടെ മേൽ, പെട്ടകത്തിനകത്തിരിക്കുന്നവരുടെ മേൽ, പുനരുത്ഥാനത്തിന്റെ ജീവനിൽ ചലിക്കുന്നവരുടെ മേൽ ദൈവാത്മാവ് അത് തുറക്കുന്ന ഒരു മാസം ആരംഭിക്കുന്നു. റിസറക്ഷൻ ലൈഫിൽ നീ ജീവിക്കും. പുനരുത്ഥാനത്തിന്റെ ജീവനിൽ നീ ജീവിക്കും. അത് തുറന്നു വരട്ടെ അപ്പ. ഓരോ കുടുംബങ്ങളുടെ മേൽ അത് തുറന്നു വരട്ടെ. ഓരോ തലമുറകളുടെ മേൽ അത് തുറന്നു വരട്ടെ. ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിന് മേൽ മുഴുവൻ അത് തുറന്നു വരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ.
ಪ್ರೌಢಬನಗ ದುರಜನ ಹತ್ತಲ್ ಖಡಗದುನಿ ವೈಡ ಪ್ರೌಢಬನ ಹತ್ತಲ್ ಖಡಗದನ ವೈಡ ಪ್ರೌಢಬನ ಹಮ್ದಲ್ ಪ್ರೌಢಬಿನಿ ಹರ್ಷಸ್ಕನಾದಿನಾದನಂ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് കണ്ട ഒരു കാര്യം, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തില് നോഹയുടെ ജീവിതത്തില് ആ കാലഘട്ടത്തിൽ വന്ന ദൈവ കോപത്താൽ ഉണ്ടായ ജലപ്രളയത്താൽ മാനവകുലം മുഴുവൻ ഭൂമി തുടച്ചു നീക്കപ്പെട്ടപ്പോഴും നോഹയും കുടുംബവും പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു. ആ പെട്ടകം സ്നാനത്തിന് നിഴലാണ്. അപ്പൊ സ്നാനത്തിന് നിഴൽ എന്താണ്? സ്നാനത്തിന് നിഴൽ എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ടവർ അവന്റെ റിസറക്ഷൻ പവറിൽ ജീവിക്കാൻ തുടങ്ങും, അവന്റെ പുനരുദ്ധാന ജീവനിൽ ജീവിക്കാൻ തുടങ്ങും. അവര് പുതിയ തുടക്കങ്ങൾ കാണും, അവര് അനുഗ്രഹം കാണും, അവര് അനുഗ്രഹം പറയും. കാരണം ദൈവം അവരെ അനുഗ്രഹിക്കുന്ന ദൈവമല്ലേ. ദൈവം 7 മാസം 17 തീയതി ദൈവം അവരെ ഉറപ്പിച്ചത് അനുഗ്രഹത്തിന്റെ പർവ്വതത്തിലാണ്, അറാറാത്തിലാണ്. അറാറാത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, when the curse is reversed, that is അറാറാത്ത്. അപ്പൊ അറാറാത്തിനകത്ത് ദൈവം ഉറപ്പിച്ചപ്പോൾ, അറാറാത്തിനകത്ത് ഉറപ്പിച്ചവനാണ് പുതിയ ജീവനുകൾ കാണാൻ തുടങ്ങുന്നത്. ഇപ്പോഴും ആൾക്കാർക്ക് സംശയമാണ്, ദൈവം അങ്ങനെ അനുഗ്രഹിക്കുമോ, ദൈവം അനുഗ്രഹിച്ചാൽ അങ്ങനെയാണോ? ഇപ്പോഴും ഈ വേദപുസ്തകം പഠിപ്പിക്കുന്ന ബ്ലസ്സഡ് ലൈഫിനെ കുറിച്ചുള്ള ബോധ്യമില്ലാത്ത ആളുകൾ കണ്ടമാനമുണ്ട്. ദൈവം അവർക്ക് എന്തോരം അലഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഉറപ്പിച്ചത് അറാറാത്തിലാണെന്ന് കേട്ടാൽ അവർക്ക് വലിയ പ്രശ്നം തോന്നും. ഇന്ന് രാവിലെ ഈ മാസത്തിന്റെ പ്രാരംഭ ദിവസമെങ്കിലും നിങ്ങൾ ഉറപ്പോടെ പറയണം, എൻ്റെ ദൈവം എന്നെ പെട്ടകത്തിൽ കയറിയത് അറാറാത്തിന് ഈ പെട്ടകം ഉറപ്പിക്കാനാണ്. അത് വിശ്വസിക്കണം കേട്ടോ. നിങ്ങൾ ഇനി അലയാനുള്ളവരല്ല, ഉറപ്പിക്കപ്പെടാനുള്ളവരാണ്. ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതുവരെ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? അതുവരെ ഈ പെട്ടകം ഇങ്ങനെ ഭൂമിയിൽ അടിച്ച് ഉലഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ പെട്ടകത്തെ ദൈവം ഉറപ്പിച്ചു, ആ പെട്ടകത്തെ ദൈവം അറാറാത്തിൽ ഉറപ്പിച്ചു. അപ്പൊ അറാറാത്തിൽ പെട്ടകം ഉറപ്പിക്കപ്പെട്ടപ്പോഴാണ്, പിന്നെയും ചില മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരെന്ത് കണ്ടത്? അവര് പുതിയ തുടുപ്പുകൾ കാണാൻ തുടങ്ങിയത്. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. പിന്നെയും അവരെ കാണാൻ തുടങ്ങിയത് 10 മാസം 1 തീയതി അവരെ പുതിയ എന്ത് കാണാൻ തുടങ്ങി? അവര് പുതിയ പർവ്വത ശിഖരങ്ങൾ കാണായി വന്നു. പർവ്വതങ്ങളുടെ മുകളിലുള്ള സംഭവങ്ങളെ കുറിച്ച് ഒന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷെ ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞ ഭാഗത്തെ വിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇന്ന് ഈ മാസം നിങ്ങളുടെ മേൽ ഒരു ബ്ലെസ്സഡ് റിസറക്റ്റഡ് ലൈഫ് ഓപ്പൺ ആകാനാണ് പ്രാർത്ഥിക്കുന്നത്. ഈ മാസം ഇതുവരെ നിങ്ങൾ ജീവിക്കാത്ത പുനരുദ്ധാനത്തിന്റെ ജീവനിൽ ജീവിക്കും. അതൊന്ന്, നിങ്ങൾ അനുഗ്രഹത്തിൽ ഉറയ്ക്കും. 2, നിങ്ങൾ പർവ്വത ശിഖരങ്ങൾ, നിങ്ങൾ പച്ചപ്പുകൾ കാണുന്ന ഒരു മാസമായി ഈ മാസം ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പോവുകയാണ്. ഒരു ആമേൻ അതിന് മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ റൂമിൽ വെച്ച് ഉറപ്പോടെ ആമേൻ പറഞ്ഞു. റിസറക്ഷൻ ലൈഫിനകത്ത് ഞാൻ ബ്ലെസ്സിങ്ങുകൾ കണ്ടിരിക്കും. റിസറക്ഷൻ ലൈഫിനകത്ത് ഞാൻ പുതിയ പർവ്വത ശിഖരങ്ങൾ കണ്ടിരിക്കും. റിസറക്ഷൻ ലൈഫിനകത്ത് ഞാൻ പുതിയ ജീവൻ കണ്ടിരിക്കും. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്, ഞാൻ സ്നാനപ്പെട്ടവനാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങളുടെ എല്ലാ പേര് പറഞ്ഞ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒറ്റ കാര്യം കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. സ്നാനത്തിന് മുൻകുറിയാണ് ഇസ്രായേൽ മക്കൾ നോഹ പെട്ടകത്തിൽ കൂടെ കടന്നു. രണ്ടാമത് ബൈബിളിൽ പറയുന്ന സ്നാനത്തിന്റെ മുൻകുറി എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ കൂടെ കടന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ആ വാക്യം? എൻ്റെ പൊന്നു പാസ്റ്ററെ, രാവിലെ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഞങ്ങൾ അർദ്ധരാത്രിയൊക്കെ പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ സ്നാനത്തിൻ്റെ ക്ലാസ് എടുക്കുകയാണോ? ഇത് ഭയങ്കര മിസ്റ്ററിയാണ്. സ്നാനത്തിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്നാനത്തിൻ്റെ ക്ലാസ് അല്ല, ഇതാണ് നമ്മളെ ബ്ലെസ്സഡ് ലൈഫിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്തു ചെയ്യും? ഇത് തന്നെയാണ്. കണ്ടോ, അവർ എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും സ്നാനമേറ്റു. അവർ മോശയോട് ചേർന്നു. കണ്ടോ, അവർ മോശയോട് ചേർന്നു. അപ്പോൾ സ്നാനത്തിന്, പുതിയ നിയമത്തിലെ സ്നാനത്തിന് നിഴലായി നിൽക്കുന്ന സ്നാനമാണ് പഴയ നിയമത്തിനകത്തുള്ള. ഇനി അവരെ പുതിയത് വരുന്നവരെ ആഡ് ചെയ്യണം കേട്ടോ, രണ്ടും കൂടി ആകുമ്പോൾ എനിക്ക് പറ്റുന്നില്ലേ. ഓക്കെ, അപ്പം
മീറ്റി പ്രാർത്ഥന കഴിയാറായപ്പോഴാണ് നിങ്ങൾ കൂടുതൽ പേര് വരുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ കറക്റ്റ് 5:30 കയറി ഞാൻ പ്രാർത്ഥിച്ച് തുടങ്ങിയായിരുന്നു. 5:35 ഞാൻ മൈക്ക് ഓൺ ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ. മോശയോട് ഇസ്രായേൽ മക്കൾ ചേർന്നു എപ്പോഴാണ്? ചെങ്കടൽ കടന്നപ്പോൾ. ചെങ്കടൽ കടന്നത് എന്തിനു നിഴലാണ്? ചെങ്കടൽ കടന്നത് സ്നാനത്തിന് നിഴലാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളുടെ ലൈഫാണ് പറയുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ഇസ്രായേൽ മക്കളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച്. അവര് പെസഹ കുഞ്ഞാനെ അറുത്തതെന്നാണ്? ആബീബ് മാസം 10-ാം തീയതി. അവന്റെ രക്തം കട്ടിളക്കാല് മുതലും കുറുമ്പടി മേലും പുരട്ടിയതെന്നാണ്? 14-ാം തീയതി കേട്ടോ, 14-ാം തീയതി. അപ്പോൾ അവർ യഹോവയുടെ ന്യായവിധിയിൽ നിന്ന്, മിസ്രൈമിനകത്ത് യഹോവ എന്ന സംഹാരദൂതൻ ഇറങ്ങി നടന്നപ്പോൾ അതിൽ നിന്ന്, ദൈവിക ന്യായവിധിയിൽ നിന്ന് അവർ സംരക്ഷിതരായത് പെസഹ കുഞ്ഞാടിനെ അറുത്തിയെന്ന്, അതായത് ആബീബ് മാസം 14-ാം തീയതി. കേൾക്കുന്ന കുടുംബങ്ങൾ, അന്നാണ് നമ്മുടെ ഭാഷ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടത്. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു, രക്ഷ പ്രാപിച്ചു, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിലേക്ക് വന്നു. അന്ന് ഒരു ഇസ്രായേലിലെ കുടുംബങ്ങളിലും പെസഹ കുഞ്ഞാനെ അറുത്ത ഒരു കുടുംബങ്ങളിലും യഹോവ എന്ന സംഹാരദൂതൻ പ്രവേശിച്ചില്ല. അപ്പൊ ദൈവത്താലുള്ള ദൈവിക ന്യായവിധി എന്നുള്ള പ്രൊട്ടക്ഷൻ അവർക്ക് രക്ഷയാൽ കിട്ടി, പെസഹ കുഞ്ഞാനെ അറുത്തതിനാൽ കിട്ടി. പക്ഷേ ഫറവോനെയും സൈന്യത്തെയും ദൈവം അവസാനിപ്പിച്ചത് ചെങ്കടലിലാണ്. അപ്പൊ ചെങ്കടൽ ആർക്കുള്ള ന്യായവിധിയാണ്? ചെങ്കടൽ ഇതുവരെ അവരെ അടച്ചു വെച്ച, ഇതുവരെ അവരെ ഒതുക്കി വെച്ച, ഇതുവരെ അവരെ അടിമകളാക്കി വെച്ച മിസ്രൈമിനെ, ഫറവോനെ, അവന്റെ സൈന്യത്തെ അവസാനിപ്പിച്ചതാണ് ചെങ്കടൽ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ ഇനിയുള്ളവരെ യാത്ര എങ്ങനെയാ? ഇനിയുള്ള യാത്ര ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ പ്രൊട്ടക്ഷൻ. രണ്ടാമതോ, മിസ്രൈമോ ഫറവോനോ സൈന്യമോ ഇനി അവരെ തൊടുകയില്ല. നിങ്ങൾക്ക് ആ പ്രൊട്ടക്ഷൻ മനസ്സിലായോ? ഒരു വ്യക്തി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ കുടുംബത്തിലും ദൈവവചനപ്രകാരമുള്ള ദൈവിക ന്യായവിധികൾ രക്ഷയാൽ മാറിപ്പോകുന്നു. സ്നാനത്താൽ ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളാൽ ഈ ലോകത്തിന്റെ മേൽ നിൽക്കുന്ന ഓരോ ന്യായവിധിയും, ലോകത്തിന്റെ ഓരാധീനതയും ഓരാടിമത്തം, ലോകത്തിലുള്ളത് ഒന്നും എന്റെ വീട്ടിൽ വരികയില്ല. ആമ്യം പറയണം കേട്ടോ. അതിന് റിസറക്ഷൻ ലൈഫ് അതാണ്. ഈ മാസം നിങ്ങളുടെ കുടുംബത്തിലും ഏതെങ്കിലും നിലകളിൽ, ഏതെങ്കിലും മേഖലകളിൽ, നമ്മുടെ ശരീരത്തിലോ, നമ്മുടെ ചിന്തയിലോ, നമ്മുടെ ബിസിനസ്സിലോ, നമ്മുടെ ജോലി കാര്യങ്ങളിലോ, നമ്മുടെ പഠന മേഖലകളിലോ, നമ്മുടെ സഭാജീവിതത്തിൽ എവിടെയെങ്കിലും മിസ്രൈമിൽ നിന്നുള്ള എന്തെങ്കിലും നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഈ 10-ാം മാസം 1-ാം തീയതി പരിശുദ്ധാത്മാവ് അതിന് വേരോടെ അറുത്തുമാറ്റി ഇന്നു മുതൽ ദൈവിക പ്രൊവിഷനിൽ യാത്ര ചെയ്യുന്ന ഒരു മാസമായി മാറട്ടെ. ഇന്നു മുതൽ ദൈവിക പ്രൊവിഷനുകൾ, ഏതിന്റെ മടിയിലും അസാധാരണമായ പ്രൊവിഷനുകൾ ദൈവാത്മാവ് തുറക്കുവാൻ വിശ്വസ്തനാണ്. അവൻ മാറയെ മധുരമാക്കുന്നവനാണ്. അവൻ മരുഭൂമിയെ, അവൻ നോക്കി മേഘസ്തംഭം കൊണ്ട് മരുഭൂമിയെ അവൻ എയർ കണ്ടീഷൻ വീടാക്കുന്നവനാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? ഈ ദൈവിക പ്രൊവിഷനിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. അത് വിശ്വസിക്കുന്നവർ അങ്ങനെ തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്റെ ജീവിതത്തെ തിരിക്കുന്ന ഒരു മാസമായി ഈ മാസം മാറട്ടെ. ഞാനത് സമർപ്പിക്കുന്ന കർത്താവേ, എന്നിലത് തുറക്കണം കർത്താവേ. കഴിയുന്നവരൊക്കെ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് 1-2 മിനിറ്റ് അങ്ങനെ പ്രഖ്യാപിക്കണം കേട്ടോ. വചനത്തിന്റെ പ്രത്യേകത ഇത് പ്രഖ്യാപിക്കണം. വചനത്തിനകത്ത് ഭയങ്കര ജീവനാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു. രക്ഷിക്കപ്പെട്ടപ്പോൾ ആദാമ്യ പാപത്താൽ വന്ന ദൈവിക ശാപങ്ങൾ എന്നെ വിട്ടുമാറി. ഓ റബനഘടകന, ഞാൻ സ്നാനപ്പെട്ടതിനാൽ ലോകത്തിന്റെ മേലുള്ള ന്യായവിധിക്ക് ഇനി എന്നെ തൊടാൻ പറ്റില്ല. എന്റെ കുടുംബത്തെ തൊടാൻ കഴിയില്ല, എന്റെ ബന്ധങ്ങളെ തൊടാൻ കഴിയില്ല, എന്റെ സ്പിരിച്വൽ ഡെസ്റ്റിനിയെ തൊടാൻ കഴിയില്ല, എന്നെ തടുക്കാൻ കഴിയില്ല. അങ്ങനെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ പ്രത്യേക പ്രൊട്ടക്ഷൻ അകത്തുമിനെ നിർത്തുന്ന ഒരു മാസമായി ഈ മാസം മാറുന്നു. ഓ ഡിവൈൻ മിസ്റ്ററികൾ തുറക്കുന്ന, ഡിവൈൻ മിസ്റ്ററികൾ, ദൈവിക പ്രോസസ്സുകൾ, ദൈവിക പ്രക്രിയകൾ, ദൈവ ഹൃദയത്തിനകത്തുള്ള ആഴങ്ങൾ തുറക്കാൻ ഇനിയുമുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിനക്ക് വേണ്ടി തുറക്കാൻ ഇനിയും
ഇനിയുമുണ്ട്. സ്വർഗത്തിലെ മാതൃകകൾ തുറന്നിട്ടില്ല, ദൈവത്തിന്റെ ജ്ഞാനം തുറന്നിട്ടില്ല. ഓ റബാന അത് ധ്യാനിച്ച് പ്രാർത്ഥിച്ചോ. ഇനിയുമുണ്ട് തുറക്കാൻ, ഇനിയുമുണ്ട് തുറക്കാൻ. നീ ആരാണെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടില്ല, നീ ആരാണെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടില്ല. നീ വിശേഷമേറിയൊരു ജാതിയാണ്. ഓ റബൽ, നീ വിശേഷമേറൊരു ജാതിയാണ്, നീ വിശേഷമേറൊരു സമ്പത്താണ്. അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. ഓ റബൽ, നിനക്ക് വേണ്ടി ദൈവാത്മാവ് ഇനിയും ആഴങ്ങൾ തുറക്കാൻ പോവുകയാണ്, ഇനിയും ആഴങ്ങൾ തുറക്കാൻ പോവുകയാണ്. ശാസ്കന ലംദൽ എന്നോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്റർ എങ്ങനെയാ പ്രാർത്ഥിക്കാറ്? അപ്പം ഞാൻ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പം, അപ്പോൾ പാസ്റ്റർ അത് വേണ്ടേ, പിന്നെ എങ്ങനെയാണ് പാസ്റ്റർ എങ്ങനെയാണ് പ്രാർത്ഥിക്കും? ഞാൻ 5 മണിക്കൂർ വരെ എൻ്റെ മുട്ടേന്ന് എഴുന്നേൽക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചു, മുട്ടിന്മേലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് 5 മണിക്കൂർ വരെ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ 5 മണിക്കൂർ മുട്ടയിരുന്ന് പ്രാർത്ഥിച്ചിട്ടില്ല, ഇരിക്കുന്നില്ല ഇപ്പം. എന്നാലും സമയമെടുത്തിരിക്കാറുണ്ട്. പക്ഷെ പണ്ടത്തെ പ്രാർത്ഥനയിൽ ഞാൻ ആത്മഭാരത്തിൽ നിന്ന് പ്രാർത്ഥന തുടങ്ങും, വിഷയങ്ങൾക്ക് വേണ്ടി കണ്ടമാനം പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരു പ്രത്യേകതയുള്ളത്, എനിക്ക് ഒരു വചനം എൻ്റെ അകത്ത് പ്രകാശിച്ചാലാണ് എൻ്റെ പ്രാർത്ഥനയാകുള്ളൂ. ഞാനത് പിന്നെ എപ്പോഴും ദിവസം പറഞ്ഞു തരാം. അപ്പം എനിക്കൊരു വചനം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അപ്പം ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് ധ്യാനിച്ചത് ഞാനിവിടെ കൊണ്ട് നിർത്തുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ നമുക്ക് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും നമുക്ക് ഓരോ വാക്കിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഇതും കൂടെ ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പം നിങ്ങൾ റിസറക്ഷൻ ലൈഫിനെ കുറിച്ചുള്ള റെവലേഷൻ നിങ്ങളുടെ അകത്ത് വന്നാലാണ് പുതിയ ഉടമ്പടി, പുതിയ ജീവൻ, പുതിയ പർവ്വതം, പുതിയ പച്ചപ്പ്, ദൈവത്തിൻ്റെ പുതിയ പദ്ധതികൾ എല്ലാം നിങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പോൾ രക്തത്താൽ അവർ സുരക്ഷിതരായി മാറി, പ്രൊട്ടക്ഷൻ അനുഭവിച്ചു. ചെങ്കടൽ അവർ ദൈവത്തിൻ്റെ പ്ലാനാൽ അവർ അതിൻ്റെ ദൈവം പറഞ്ഞ നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനത് ഒറ്റവാക്കി പറഞ്ഞു വിടുന്നത്. മോശയ്ക്ക് ദൈവം കൊടുത്ത നിയോഗത്താൽ വടി നീട്ടി അതിലൂടെ അവർ അക്കരെ കടന്നു. പക്ഷെ മിസ്രൈമും സൈന്യവും ഫറവോനും സൈന്യവും ലോകവും അതിനകത്ത് അവസാനിച്ചു. നമ്മെ പിന്തുടരുന്നത് അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. ശരിക്കും നമ്മൾ സ്നാനപ്പെടേണ്ട, സ്നാനപ്പെട്ടതിനെ കുറിച്ചൊരു വെളിപ്പാട് നമ്മുടെ അകത്ത് കയറിയാൽ അതോടുകൂടെ പിന്തുടരുന്നത് മുഴുവൻ അവിടെ അവസാനിക്കും. നമ്മളെയൊക്കെ പല കാര്യങ്ങൾ പിന്തുടരുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി ഈ ഇസ്രായേൽ മക്കൾ അക്കരെ കടന്ന ശേഷമാണ് അവർ മുമ്പോട്ടുള്ള യാത്ര തുടങ്ങുന്നത്. അവിടെയാണ് ദൈവിക പ്രൊവിഷനുകൾ തുറക്കുന്നത്. എന്നിട്ട് ദൈവം അവരെ സീനായ് പർവ്വതത്തിൻ്റെ മലമുകളിൽ കൊണ്ടുവന്നു, അതിൻ്റെ അടിവാരത്തിൽ കൊണ്ടുവന്നു. ഇനി ഈ വാക്യം നിങ്ങൾ ഈ 2 വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് നിർത്താവേ. ഈ വാക്യം ഒന്ന് വായിച്ച്, ഒരാളൊന്ന് വായിച്ച്, ഈ വാക്യം ഒന്ന് വായിച്ച്. 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 19-ാം അധ്യായത്തിൽ പറ്റുന്നവരൊക്കെ വാക്യം ഒന്ന് വായിച്ചു കേട്ടോ. ഞാൻ മിസ്രൈമിനോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചതും എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. അപ്പൊ നമ്മുടെ ദൈവം ഇങ്ങനെ വഹിച്ചു കൊണ്ടു നടക്കുന്ന ദൈവമാണോ? ഓ, എന്ത് വഹിക്കുന്നു? അപ്പൊ നിങ്ങൾ അറിഞ്ഞോ നിങ്ങളെ ദൈവം വഹിച്ചത്? ഫറവോന്റെ അടിമത്തട്ടിൽ നിങ്ങളെ പുറപ്പെടുവിച്ചത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ചെങ്കടൽ കടന്നത് കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ചു കൊണ്ടുവന്നതാണെന്ന് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളവിടെ കുടുങ്ങിയപ്പോൾ നിലവിളിക്കല്ലേ ചെയ്തേ? നിങ്ങൾ മരുഭൂമിയിലേക്ക് കയറിയപ്പോൾ നിങ്ങൾ വേദനയോടെ നിങ്ങൾ പിറുപിറുക്കല്ലേ ചെയ്തത്? മാറാ കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ പിറുപിറുത്തില്ലേ? ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് നിങ്ങൾ മരുഭൂമി വെച്ച് ചോദിച്ചില്ലേ? തമ്പുരാൻ പറഞ്ഞ പൊന്നുമക്കളെ, നിങ്ങൾ കണ്ടതല്ല സത്യം. കഴുകന്റെ ചിറകിന്മേല് കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ വഹിച്ചു കൊണ്ടുവന്നത്
നിങ്ങൾ മറന്നു പോകരുത്. എത്ര പേർക്ക് അങ്ങനെയൊക്കെ ഒരു വെളിപ്പാട് ദൈവത്തിൽ നിന്ന് വരുന്നുണ്ട്? നിങ്ങൾ കടന്നു വന്ന പല സാഹചര്യങ്ങളെ നിങ്ങൾ ജയിച്ചതല്ല. മോശ അടി നീട്ടുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. മരത്തെ വെട്ടി വെള്ളത്തിലിടുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. ഏലീമിൽ ഉറവ് തുറക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കാം. ഫറവോനും സൈന്യവും ചെങ്കടൽ മുങ്ങിത്തായി നിങ്ങൾ കണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾ കാണാത്തൊരു ഘടകമുണ്ട്. ആരും കാണാത്തൊരു ഘടകം. കഴുകന്മാരുടെ ചിറകിന്മേൽ കഴുകൻ തന്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ അടിമത്തത്തിന്റെ വേദനയിലേക്ക്, നിന്റെ അടിമത്തത്തിന്റെ അടിത്തട്ടിലേക്ക്, ഞാൻ എന്നെ നോക്കി പറയും കേട്ടോ, തൃശ്ശൂർ പട്ടണത്തിനകത്ത് റെയിൽവേ സ്റ്റേഷനിലും ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും കിടന്നുറങ്ങിയിരുന്ന എൻ്റെ അടുക്കിലേക്ക്, എന്തിനേറെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ആർക്കും വേണ്ടാതെ അലഞ്ഞിരുന്ന എൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ജയിപ്പിച്ചുകൊണ്ട് എന്നെ അവൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക്, അവൻ്റെ സഭയിലേക്ക്, അവൻ്റെ ശുശ്രൂഷകനാക്കി എന്നെ കൊണ്ടുവരുന്നതിനിടയിൽ പല മേഖലകൾ ഞാൻ അനുഭവിച്ചു. പക്ഷെ ഉറപ്പോടെ ഞാൻ പറയാം, ഞാൻ കാണാതെ എന്നെ വഹിക്കുന്ന ഒരു കരമുണ്ടായിരുന്നു. ഞാൻ കാണാതെ എന്നെ വഹിക്കുന്ന ഒരു ചിറകുണ്ടായിരുന്നു. പലരും എൻ്റെ കുറവുകൾ കണ്ടു, പലരും എൻ്റെ വാക്കുകളുടെ അപര്യാപ്തതകൾ ശ്രദ്ധിച്ചു, പലരും എന്നിലുള്ള ഘടകങ്ങളിലേക്ക് നോക്കി. പക്ഷേ അവൻ എന്നിലേക്കല്ല നോക്കിയത്, എന്നിലുള്ള ഘടകങ്ങളിലേക്കല്ല നോക്കിയത്. എന്നെ അവൻ എന്തായി കണ്ടിരിക്കുന്നുവോ അതിലേക്ക് അവൻ എന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പദം കൂടെ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. ഒരാൾ സ്ഫുടതയോടെ ഈ വാക്യം ഒന്ന് വായിച്ചു നിർത്തിക്കോ. ആകയാൽ, വായിച്ച മോളെ. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ അതിനകത്ത് രണ്ടാമത്തെ പാർട്ട്, ഈ മാസത്തിന്റെ പ്രാരംഭ പകൽ ഒന്ന് അതരം തുറന്ന് പറയാമോ? 4-ാം വാക്യം ഇങ്ങനെയാണ് വായിച്ചത്. കഴുകന്മാരുടെ ചിറകിന്മേൽ ഞാൻ നിങ്ങളെ വഹിച്ച് എന്റെ അടുക്ക് കൊണ്ടുവന്നു. എന്തിനാ കൊണ്ടുവന്നത്? എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇനി അടിമകളല്ല. നിങ്ങൾ ഇനി ഫറവോനാൽ ഓടിപ്പിക്കപ്പെടുന്നവരല്ല. നിങ്ങൾ ഇനി മരുഭൂമിയുടെ മുള്ളും വേദനയും സഹിച്ച് അവസാനിക്കാനുള്ളവരല്ല. നിങ്ങൾ സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. പ്രത്യേക സമ്പത്തായിരിക്കും. അത് പറഞ്ഞോ. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രത്യേക ചില മേഖലകളിലേക്ക് ദൈവത്താൽ എൻ്റർ ആകുന്ന മാസമാണ്. നിങ്ങൾ ഒരു കിങ്ഡമായി മാറും. നിങ്ങൾ ഒരു കിങ്ഡം ഓഫ് പ്രീസ്റ്റായി മാറും. നിങ്ങളൊരു ഹോളി നേഷനായി മാറും. ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. അതെ, ദൈവം ആരോടും പറയാതെ മറച്ചു വെച്ചുകൊണ്ട് മടന്നവ അവർ പിറുപിറുക്കുമ്പോൾ നിങ്ങൾക്ക് പദം മനസ്സിലാകുന്നുണ്ടോ? അവർ ദൈവത്തോട് ചെങ്കടലിൽ വെച്ച് പിറുപിറുക്കുമ്പോഴും, അവർ ചെങ്കടലിന്റെ തീരത്ത് വെച്ച് പിറുപിറുക്കുമ്പോഴും, അവർ മാറിൽ വെച്ച് പിറുപിറുക്കുമ്പോഴും തമ്പുരാൻ പറയുക, മക്കളെ, ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത് എന്റെ പ്രത്യേക സമ്പത്തായിട്ടാണ്. ആർക്കും അത് മനസ്സിലാകില്ല. നിന്നെ ഞാൻ ആരാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആർക്കും മനസ്സിലാകാതിരിക്കുമ്പോൾ കഴുകന്റെ ചിറകിൽ ഞാൻ എൻ്റെ അടുക്കൽ നിങ്ങളെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എൻ്റെ പ്രത്യേക സമ്പത്താണ്. ഈ 10-ാം മാസം 1-ാം തീയതി ഞാൻ ഉറപ്പോടെ പറയുന്നു, ദൈവാത്മാവ് നിങ്ങളെ പ്രത്യേക പ്രത്യേക ദൈവിക സമ്പത്തിലേക്ക്. ഞാൻ സമ്പത്തെന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ പണമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ പ്രേഷ്യസ് ആയി, ഇംഗ്ലീഷിൽ അങ്ങനെ ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ ആ വാക്യം ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ദൈവത്താൽ പ്രേഷ്യസ് ആയി മാറുന്ന, ദൈവത്താൽ നിങ്ങൾ പ്രേഷ്യസ് ആയി മാറുന്ന, പെക്യുലർ ട്രഷറായി മാറുന്ന, നിങ്ങൾ എല്ലാവരെക്കാളും പ്രാധാന്യതയുള്ളവരായി മാറുന്ന ഒരു മാസമായി ഈ മാസം ദൈവം മാറ്റാൻ പോകുന്നു. ഇത് നിങ്ങൾക്ക് ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ധ്യാനിക്കുകയല്ല കേട്ടോ, പ്രഖ്യാപിക്കണം കേട്ടോ. ഞാൻ കണ്ടിട്ടുള്ള കഥ 1000 പ്രാവശ്യം കർത്താവ് എന്നെ സമ്പത്താക്കണേ, എന്നെ പ്രത്യേകതയുള്ളവനാക്കണേ, എന്നെ അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. ഞാൻ ദൈവത്താൽ ഒരു പ്രേഷ്യസ് ആണ്, ഞാനൊരു പ്രത്യേക സമ്പത്താണ്, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത് കണ്ട് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അടുത്ത 2-3 മിനിറ്റ് പ്രാർത്ഥിച്ചോ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ഈ വാക്യങ്ങൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് പ്രത്യേക പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് ആ ഒരു റിലം നിങ്ങളുടെ കുടുംബത്തിൽ തുറക്കുകയാണ്. ഹത്തുരാധന പ്രൗഷസ്കന
ആരാധനാതിരാധനം അന്തൽ ഘടകതുന വൈഡ പ്രൗഢപന ഘടകതനം ഹതുരാധന പ്രൗഷപന ഹതുരപന ഘടകതന ഹതുരപന ഘടകതനം. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ഞങ്ങളത് തുറന്നതിനായി സ്തോത്രം. ഈ രാവിലെ കർത്താവ് അത് തുറക്കുന്നതിനായി സ്തോത്രം. ഈ രാവിലെ ദൈവാത്മാവ് അത് സ്പർശിക്കുന്നതിനായി സ്തോത്രം. റാംദൽ ഘടകതൻ ഇത് കുടുംബങ്ങളുടെ മേൽ മുഴുവൻ ഓപ്പൺ ആകട്ടെ. കുടുംബങ്ങളുടെ മേൽ മുഴുവൻ ഓപ്പൺ ആകട്ടെ. ഈ കുടുംബങ്ങൾ സമ്പത്തായി മാറട്ടെ. പ്രത്യേക സമ്പത്തായി മാറട്ടെ. ഇവർ പ്രത്യേക സമ്പത്തായി മാറട്ടെ. ഇവർ അവിടെ മലയാളത്തിൽ പ്രത്യേക സമ്പത്ത് എന്ന പദത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എല്ലാ ജനതകളിലും വെച്ച് നിങ്ങൾ എനിക്ക് വിലപ്പെട്ട നിക്ഷേപമായിരിക്കും വിലപ്പെട്ട നിക്ഷേപമായിരിക്കും എന്ന പദമാണ് അവിടെ ദൈവാത്മാവ് പുതിയ പരിഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഒരു വാക്ക് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. തിരുവചനത്തിനകത്തുള്ള ദൈവിക വെളിപ്പാടുകളുള്ള ബന്ധത്തിലെ ആത്മാവിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം, ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹങ്ങൾ തുറക്കുന്ന മാസമായി മാറട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഇതുവരെയും കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ വന്നിരിക്കുന്ന ഈ 59 കുടുംബങ്ങളെയും 60 കുടുംബങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളെ ഇന്ന് രാവിലെ അങ്ങ് കേൾപ്പിച്ചതുപോലെ കർത്താവെ, ഈ ഭൂമിയുടെ മേൽ അങ്ങ് അയച്ച ന്യായവിധിയുടെ വെള്ളത്തെ അങ്ങ് കുറച്ച് പുതിയ തുടക്കങ്ങളെ കാണിപ്പിച്ച കർത്താവെ, ഉൽപ്പത്തി 8-ാം അധ്യായത്തിലെ വചനപ്രകാരം അങ്ങയുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് പുതിയ തുടക്കങ്ങളുടെ വെളിപ്പാടുകൾ, പുതിയ തുടക്കങ്ങളുടെ റിസൾട്ടുകൾ കാണുന്ന മാസമായി ഈ മാസം മാറട്ടെ. ഞങ്ങൾ ഒരുമിച്ച് ഈ 60 കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹമാക്കി മാറ്റണമേ. ഇതുവരെയുള്ളതെല്ലാം മാഞ്ഞു പോകട്ടെ. ഇതുവരെയുള്ളതെല്ലാം, ഇതുവരെ അനുഭവിച്ചത് മുഴുവൻ അവർ ദീർഘ മാസങ്ങളായി അവർ അലഞ്ഞിരുന്ന അലച്ചിലുകൾ അവസാനിച്ച് കർത്താവ് അവരെ അറാറാത്തിൽ ഉറപ്പിച്ച് വെള്ളം കുറഞ്ഞ് പർവ്വതങ്ങളും പച്ചപ്പുകളും കാണിപ്പിച്ചതുപോലെ ഈ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടേണ്ടവനെ അടച്ചു വെച്ചത് ഇല്ലാതായി പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചതിനെ തുറക്കുന്ന ഒരു മാസമായി ഈ മാസം മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കട്ടപ്പന തോമസ് ബ്രദറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് മേൽ അങ്ങയുടെ ദാസനെ കാണിച്ച സകല ദൈവിക ദർശനങ്ങളും കാണുന്ന തുറന്നു വരുന്ന ഒരു മാസമായി ഈ മാസം തീരാൻ ഞാൻ ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജേക്കബ് അങ്ങയുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളകത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന പ്രത്യേക കർത്താവ് താല്പര്യത്തിനും സമർപ്പണത്തിനുമായി സ്തോത്രം. ആ കുടുംബത്തിന്മേൽ പരിശുദ്ധാത്മാവ് എന്തൊക്കെയാണോ ഈ മാസം തുറക്കുവാൻ അങ്ങ് ആഗ്രഹിച്ചത് അത് മുഴുവൻ സമർപ്പണത്തിൽ തുറക്കുന്നവരെ മേൽ വെളിപ്പെട്ട് വരുന്ന ക്രിസ്തു അനുഗ്രഹങ്ങൾ മുഴുവൻ തുറന്നു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൻ ജാക്സൺ ഓപ്പനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ചില വർഷങ്ങൾ കൊണ്ട് തൻ്റെ അകത്ത് കർത്താവ് നൽകിയ വെളിപ്പാടുകൾക്കും വളർച്ചകൾക്കുമായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ തലമുറയിൽ വചനത്തിന്റെ നിക്ഷേപങ്ങൾ ആഴമായി അകത്ത് പതിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ശക്തിയോട് വളരുന്നൊരു മകനായി, ഈ തലമുറയ്ക്ക് ഒരു അപ്പോസ്തലിക പ്രവാചക അഭിഷേകം തുറക്കുന്നൊരു മകനായി, എല്ലാവിധ
അനുഗ്രഹങ്ങളും ഉടമ്പടിയുടെ പച്ചപ്പുകളും ഉടമ്പടിയുടെ റിസൾട്ടുകളും കാണുന്ന ഒരു തലത്തിലേക്ക് ഒരു വർധനവും വളർച്ചയും പ്രിയ മകന്റെ മേൽ കുടുംബത്തിന് മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രിയ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ. അലച്ചിലുകൾ അവസാനിക്കട്ടെ. ഒരു പുതിയ തുടക്കം ആരംഭിക്കുന്ന ദിവസമായി മാറുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കും. കുടുംബത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. സിസ്റ്റർ സ്നേഹയ്ക്കും കുടുംബത്തിനുമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ മകളെ കർത്താവ് സഹായിക്കണമേ. കഴിഞ്ഞ മാസങ്ങളിൽ തുറന്ന എല്ലാ അനുഭവങ്ങൾക്കായി സ്തോത്രം. ഓ റബനഘടകന പരിശുദ്ധാത്മാവ് ആരംഭിച്ചിരിക്കുന്ന ആരംഭങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ആ ഗ്ലോറി റിലത്തിന്റെ ആഴങ്ങൾ ദൈവാത്മാവ് തുറക്കുകയും തന്നെ ഒരു പ്രകൃത്യാതീത തലത്തിൽ ഉപയോഗിക്കുകയും ചെയ്യേണ്ടവനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ഹൃദയം അങ്ങ് ആഴത്തിൽ തൻ്റെ അകത്ത് തുറക്കുവാൻ ഞാൻ അങ്ങയോട് ഈ രാവിലെ പ്രാർത്ഥിക്കുന്നു. ഡേവിസിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ തൊടണമേ. കർത്താവിൻ്റെ ബലത്താൽ തന്നെ നിറയ്ക്കണമേ. ദൈവിക ചിന്തകളാൽ, ദൈവിക മനസ്സിനാൽ, ക്രിസ്തുവിൻ്റെ മനസ്സിനാൽ തന്നെ നിറയ്ക്കേണ്ടവനായിട്ട് ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് തൻ്റെ കുടുംബത്തെ, തൻ്റെ തലമുറകളെ അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവേ. ഗ്രേസ് ടീച്ചർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്കിളിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് ടീച്ചർ ഈ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള സകലതും, സകലത്തിൻ്റെ മേലും ക്രിസ്തുവിലൂടെയുള്ള ജയം തൻ്റെ മേൽ, തൻ്റെ കുടുംബത്തിൻ്റെ മേൽ, തൻ്റെ തലമുറകളുടെ മേൽ വെളിപ്പെട്ടു വരുവാൻ, പ്രത്യേകിച്ച് പട്ടിക്കാട് ദേശത്തിന്മേൽ ഒരു ദൈവിക ഉണർവിനെ ദൈവാത്മാവ് ശക്തിയോടെ തുറക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ പ്രമീലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന വേദനകൾ, താൻ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കർത്താവെ നീ അറിയുന്നില്ല കർത്താവെ. അതിൻ്റെ നടുവിൽ എല്ലാവർക്കും മീതെ ദൈവിക അനുഗ്രഹത്താൽ നിറയപ്പെട്ടവളായി ദൈവാലയം വിട്ടുപിരിയാവ പ്രാർത്ഥിച്ച ഹന്നാമച്ചിക്ക് വേണ്ടി സ്വർഗം തുറന്നുവന്ന് കർത്താവുടെ കണ്ണിനെ തുറന്ന് പ്രകൃത്യാതീതമായത് കാണാൻ കണ്ണ് തുറന്നതുപോലെ ദൈവിക നിറവുകൾ കാണാൻ കണ്ണ് തുറക്കണവനായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. റോസ്ലി ജോസഫ് സിസ്റ്റർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രമീല സിസ്റ്റർ തലമുറകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. റോസ്ലി ജോസഫിന്റെ തലമുറ മകൻ ബിനോയ്ക്ക് കുടുംബത്തിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്മേൽ ദൈവിക വാക്തത്വങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ദൈവിക ഇടപെടലുകൾ നിറഞ്ഞു വരുവാൻ ഞാൻ ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. വല്യമ്മ സിസ്റ്റർ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല വേദനകൾ, പല പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം നടുവിൽ അങ്ങയോട് ചേർന്നിരിക്കുന്ന കുടുംബത്തിന് മേൽ ശാശ്വതമായ ദൈവിക നന്മകളും ദൈവിക വിടുതലുകളും തുറന്നു വരുവാൻ ഞാൻ ആ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ ബീന ഫിലിപ്പിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ട്രഷററായി, ദൈവിക നിക്ഷേപമായി പരിശുദ്ധാത്മാവേ തന്നെ അങ്ങ് ഈ മാസം പണിതെടുക്കണവനായിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. സ്റ്റീഫന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ കൂടെ ദൈവാത്മാവ് തുറക്കുന്ന ദൈവിക സമ്പന്നത തൻ്റെ ജീവിതത്തിൽ തുറന്നു വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തോമസ് ബാബുവർദ്ധനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ വിളിച്ചിറക്കിയ ദൈവമാണ്. അങ്ങ് വിളിച്ചിറക്കിയപ്പോൾ കർത്താവെ, ഇസ്രായേൽ മക്കളെ വിളിച്ചിറക്കിയപ്പോൾ ദേശം കൈവശമാക്കുമെന്ന് പറഞ്ഞാണ് അങ്ങ് അവരെ വിളിച്ചിറക്കിയതെങ്കിൽ അങ്ങ് പറഞ്ഞ ദേശം അവകാശമാക്കുന്ന ഒരു സീസൺ ഈ മാസത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ തലമുറകൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്ലോട്ടോ ജോസി സിസ്റ്റർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തൻ്റെ കുടുംബത്തിനകത്തുള്ള അവസ്ഥകൾ കർത്താവെ അങ്ങ് അറിയുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ തൻ്റെ കുടുംബത്തിനോട് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള സകല നീതിയും ക്രിസ്തുവിലുള്ള സകല അവകാശങ്ങളും തൻ്റെ കുടുംബത്തിന്മേൽ തുറന്നു വരുവാൻ ഞാൻ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ ബിജി വിനോദിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്രിസ്തുവിലുള്ള ദൈവിക വളർച്ചകൾ ആദ്യത്തതിനേക്കാൾ നല്ലതാണല്ലോ അവസാനം. ആ അവസാനം നല്ലത് തുറക്കുന്നവൻ്റെ കരം കർത്താവെ ശക്തിയോടെ തൻ്റെ മേൽ തുറന്നു വരുവാൻ ഞാൻ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബ്രദർ രാജു ജോണിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക റിസോഴ്സസുകൾ, ദൈവിക പരിജ്ഞാനങ്ങൾ ആഴമായി തൻ്റെ മേൽ തുറക്കണവനായിട്ട് ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ തലമുറകളുടെ മേലെല്ലാം കർത്താവിൽ നിന്നുള്ള ദൈവിക നിറവുകളും അനുഗ്രഹങ്ങളും ആഴമായി തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജെസ്സി ജേക്കബിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതുപോലെ ഓരോ വ്യക്തികൾക്ക് വേണ്ടി സമയമെടുത്ത് പ്രാർത്ഥിക്കാറില്ല, ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാറുള്ളൂ. പക്ഷെ ഇന്ന് എന്തോ എനിക്ക് നിങ്ങൾക്കെല്ലാം വേണ്ടി ഓരോ വാചകമെങ്കിലും ദൈവവചനത്തിൽ നിന്ന് എടുത്തുദ്ധരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അകത്തൊരു നിയോഗം തോന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് സൂമിൽ 5 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ എല്ലാവരോടും ഒരു വാചകം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. സമയം ഇച്ചിരി മുമ്പോട്ട് പോകുമെങ്കിലും ഒരു 5-10 മിനിറ്റ് 5-6 മിനിറ്റ് കൂടെ മുമ്പോട്ട് പോകും, സാരമില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ആ കുടുംബങ്ങളെ ബ്ലസ് ചെയ്യണം കേട്ടോ. ഇതൊരു ബ്ലസ്സഡ് പ്രെയർ ആണ് കേട്ടോ. ഇതിങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊരു ബ്ലസ്സഡ് പ്രെയർ ആണ്. ഓക്കെ സിസ്റ്റർ ബ്ലസ്സി, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ അടുക്കലേക്ക് അടുത്ത് വരികയാണ്. ഞങ്ങൾ പ്രിയ ബ്ലസ്സി ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെസ്സി ജേക്കബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക നിറവുകൾ തൻ്റെ മേൽ തുറക്കണമേ അപ്പ. ദൈവിക നിറവുകൾ തൻ്റെ മേൽ തുറന്ന് ദൈവിക കർത്താവ് സമ്പന്നതകളാൽ ദൈവവചനത്തിനകത്തുള്ള ക്രിസ്തുവിലുള്ള സകല പ്രകൃതികളും തൻ്റെ മേൽ തുറന്ന് ദൈവിക പ്രകൃതിയാലുള്ള ഒരു അനുഗ്രഹം തൻ്റെ മേൽ എപ്പോഴും തുറന്നു നിൽക്കുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സിസ്റ്റർ ജെമിനി സിസ്റ്റർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുവാൻ, ക്രിസ്തുവിൽ എപ്പോഴും നിറവുള്ളവളായി നിൽക്കുവാൻ, ക്രിസ്തുവിൽ എപ്പോഴും വർദ്ധിപ്പിക്കപ്പെടുന്നവളായി നിൽക്കുവാൻ ഞാൻ
അങ്ങയോട് പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. സിസ്റ്റർ കർത്താവേ വിമല സിസ്റ്റർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ദാസന അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ കിടന്ന് പറഞ്ഞതുപോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കേണ്ടവനാ. കർത്താവ് ഒറ്റയ്ക്ക് കാരാഗൃഹത്തിൽ കിടന്ന പൗലോസ് ദൈവരാജ്യ മഹിമ കണ്ടുകൊണ്ട് ക്രിസ്തു വെളിപ്പാടുകളുടെ ആഴങ്ങൾ കണ്ടുകൊണ്ട് അവനകത്ത് കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാൻ പറയുക മാത്രമല്ല, ആ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന തിരുവചന വെളിപ്പാടുകൾ ലോകരാജ്യങ്ങൾക്ക് തുറന്നു കൊടുത്തതുപോലെ തൻ്റെ മേൽ കർത്താവ് അങ്ങനെയുള്ള ചില വിത്തുകൾ ഇന്ന് രാവിലെ ഇടേണ്ടവനായി ഞാൻ അങ്ങയുടെ ദാസിക്കായി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ കോമളം കോശിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ആനന്ദിക്കട്ടെ, കർത്താവിൽ ആസ്വദിക്കട്ടെ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കട്ടെ, എപ്പോഴും സന്തോഷിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ പിന്നെയും പിന്നെയുമുള്ള ആ തലങ്ങൾ തൻ്റെ മേൽ തുറന്ന് അങ്ങനെയുള്ള ദൈവിക പ്രവൃത്തിയുടെ ആഴങ്ങൾ ദൈവിക വിടുതലുകളായി തൻ്റെ മേൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ലതയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ ഹൃദയത്തിൽ അഭിലാഷങ്ങൾ തന്നെ കർത്താവ് പല പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുള്ളതാണല്ലോ. ആ ദൈവിക അഭിലാഷങ്ങളിലേക്ക് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് യേശു പറഞ്ഞതുപോലെ കർത്താവ് ദൈവിക അഭിലാഷങ്ങൾ ദൈവിക ആഗ്രഹങ്ങൾ ഉണർവിന് വേണ്ടി ചലിക്കുവാനുള്ള ദൈവിക ചിന്തകൾ തൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ അതുപോലെ ദൈവാത്മാവ് വലിയ കാര്യങ്ങൾ തനിക്ക് വേണ്ടി ചെയ്യുവാൻ ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ നീന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്രിസ്തുവിലുള്ള ദൈവിക കരങ്ങൾ വിശാലമായി തൻ്റെ മേൽ തുറന്നു വരട്ടെ കർത്താവ്. കാരണം 2 കൊരിന്ത്യർ 9 6-7 വാക്യങ്ങൾ പറഞ്ഞതുപോലെ ദൈവിക ഉറവുകളും ദൈവിക നിറവുകളും തൻ്റെ മേൽ ശക്തിയോട് വിശാലമായി തുറന്നു വരുന്ന എല്ലാ മേഖലകളിലും താൻ അങ്ങനെ ദൈവത്താൽ ശക്തിയോട് അനുഗ്രഹീതമാകുന്ന ഒരു സീസൺ ഇന്ന് രാവിലെ തുറക്കേണ്ടവനായിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസി ജീസസ് സിസ്റ്റർക്കായി സ്തോത്രം, അനിൽ ബ്രദറിനായി സ്തോത്രം, അമ്മച്ചിക്കായി സ്തോത്രം. ഞാൻ ആ കുടുംബത്തെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവിക നിറവുകളും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക നോക്കിയ എല്ലാ മേഖലകളും ആ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ആഴമായി തുറന്ന് ഒരു അനുഗ്രഹമാക്കി മാറ്റേണ്ടവന് ദൈവിക സമ്പന്നതകൾ ദൈവിക നിറവുകൾ ദൈവിക പ്രവാചക ശബ്ദങ്ങൾ മുഴുവൻ ഭവനത്തിന്മേൽ നിറഞ്ഞു വരുവാനും നിറപടിയായി നിവർത്തിക്കപ്പെടുവാനും ഞാൻ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. സാബു ബ്രദർ കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുടുംബത്തെ കർത്താവ് നിറവുകളിലേക്ക് മടത്തണം. ഒരു കാലഘട്ടത്തിൽ ദൈവാത്മ ശക്തിയോട് ഉപയോഗിച്ചല്ലോ കർത്താവ് ഒരു ഇടവേള കർത്താവ് കുടുംബത്തിന് കൊടുത്തിരിക്കുമ്പോൾ ദൈവരാജ്യ മഹിമയുടെ ആഴങ്ങൾ തുറക്കുവാൻ ക്രിസ്തു വെളിപ്പാടുകളുടെ ആഴങ്ങൾ തുറന്നു കൊടുത്ത് പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ തന്നെ തന്റെ കുടുംബത്തെയും അനുഗ്രഹീതമായ ക്രിസ്തുവിലുള്ള എല്ലാ ഉയർച്ചകളും നൽകി കർത്താവ് ശക്തിയോടെ തന്നെ ഉയർത്തിക്കൊണ്ടുവരേണ്ടവനായി ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ഓരോ വ്യക്തികളെയും നിറപടിയായി നിറവുകളോടെ അനുഗ്രഹിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ ലിനി അഗസ്റ്റിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്രിസ്തുവിൽ താൻ ഒരു പ്രസിദ്ധിയായി മാറുവാൻ തൻ്റെ കുടുംബത്തിന്മേൽ ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങൾ തുറന്നു വരുവാൻ എല്ലാ മേഖലയിലും എൻ്റെ കുടുംബത്തിന്മേൽ ദൈവിക ഇടപെടലുകൾ ദൈവാത്മാവ് തുറക്കേണ്ടവനായിട്ട് ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവർ മറ്റു ശിഷ്യന്മാർ മറ്റുള്ളവരോട് ചേരാതെ അവർ വ്യത്യസ്തരായി ദൈവത്തെ ആരാധിച്ചപ്പോൾ അവരുടെ മേൽ തുറന്നു വന്ന നിറവുകൾ തൻ്റെ കുടുംബത്തിന്മേൽ ദൈവാത്മാവ് തുറക്കേണ്ടവനെ ഏത് കഠിനയുടെ നടുവിലും പ്രവർത്തിക്കുന്ന ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ കൃപയും ഉറപ്പും തന്നെ മേൽ പകരുവാൻ ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുനിത സിസ്റ്റർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വേബന്റെ മടിയിൽ താൻ നിൽക്കുമ്പോൾ കരിഞ്ഞ മുഖത്ത് കൃപകൾ തുറക്കുന്ന കർത്താവിന്റെ കരം തന്റെ മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബാന്തരീക്ഷത്തിൽ വലിയ ദൈവ പ്രവർത്തികൾ തുറന്നു വരട്ടെ. സോണിയ പോളിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ദൈവിക നിറവുകളും ദൈവിക അനുഗ്രഹങ്ങളും തന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ പ്രിയങ്ക നാഗുലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ കുടുംബത്തിന്മേൽ ദൈവാത്മാവിന്റെ അനുഗ്രഹീതമായ ഉയർച്ചകളും കർത്താവ് നിറവുകളും കർത്താവ് ശക്തിയോടെ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സിസ്റ്റർ മിനി മറിയാമിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന എല്ലാറ്റിനെയും അതിജീവിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ നിറവുകൾ തന്റെ കുടുംബത്തിന്മേൽ തുറന്നു വരുവാൻ അതേ അനുഗ്രഹം പ്രിയ ഉഷാ നെറ്റോ സിസ്റ്റർ കുടുംബത്തിലും എല്ലാ അവസ്ഥകളെയും അതിജീവിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങൾ പ്രിയ മാറ്റും ബ്രദറിന്റെ മേൽ പ്രിയ നെറ്റോ ബ്രദറിന്റെ മേൽ എല്ലാം കർത്താവ് തുറക്കണം. കുടുംബത്തെ അങ്ങനെ തന്നെ കർത്താവ് സാഹചര്യങ്ങളെ മുഴുവൻ ജയിപ്പിച്ച് അകമയും പുറമെയും ഒരുപോലെ ദൈവാത്മം നിറയ്ക്കുന്നവന്റെ കരം ശക്തിയോടെ തുറന്നു വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ നിർമ്മലയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങൾ അത് എല്ലാ മേഖലകളിലും അത് കർത്താവ് ആത്മതലത്തിൽ ആരംഭിച്ച് അത് ശാരീരിക തലത്തിൽ മാത്രമല്ല എല്ലാ മേഖലകളും അത് തുറന്നു വരുവാൻ രാജ്യങ്ങൾക്ക് പട്ടണങ്ങൾക്ക് കുടുംബം ഒരു അനുഗ്രഹമാകേണ്ടവന് അങ്ങളിലായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്മേൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഈ കുടുംബം ഒരു അനുഗ്രഹമായി മാറണം. ഞാൻ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുകയാണ്. സിസ്റ്റർ ഷൈനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയ മകളുടെ മേൽ കർത്താവ് നിറവുകൾ തുറക്കണമേ, വഴികൾ തുറക്കണമേ. എല്ലാ മേഖലകളിലും ആവർത്തനം 28 പറയുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്റെ മേൽ കർത്താവ് തുറക്കേണ്ടവനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ റീന ജോർജിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള അനുഗ്രഹീതമായ വിജയകരമായ എല്ലാ ചലനങ്ങളും തന്റെ മേൽ ദൈവാത്മാവ് ശക്തിയോടെ
തുറക്കുവാൻ തന്നെ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ സോജിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ തുറക്കുന്ന അനുഗ്രഹീത സീസണുകളുണ്ടല്ലോ, ആ അനുഗ്രഹീത സീസണുകൾ, ആ സ്പിരിച്വൽ ലീഡർഷിപ്പ് തന്റെ മേൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീത കാലങ്ങൾ ക്രിസ്തുവിൽ ഉള്ളത് തന്റെ മേൽ, തന്റെ കുടുംബത്തിന്റെ മേൽ, തന്റെ തലമുറകളുടെ മേൽ തുറന്നു വരുവാൻ, ആ ദേശത്തിന്റെ മേൽ ഒരു സീസൺ ദൈവാത്മാവ് തുറക്കുവാൻ, ആ സീസൺ തുറക്കുമ്പോൾ ദൈവാത്മാവ് ചില നേതൃത്വങ്ങളെ ആവശ്യപ്പെടുമല്ലോ, ആ നേതൃത്വത്തെ തന്നെയും കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ മോളി ജോസഫിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ക്രിസ്തുവിലുള്ള എല്ലാ നിറവുകളും, എല്ലാ കൃപകളും ആഴമായി തന്റെ മേൽ തുറന്നു വരുവാൻ ഞാൻ തനിക്ക് വേണ്ടിയും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ പ്രഭാജോതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് മേൽ കർത്താവ് നിറവുകൾ തുറക്കണമേ. എല്ലാ മേഖലകളും ദൈവിക വീണ്ടെടുപ്പിനാൽ വന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തന്റെ കുടുംബത്തിന് മേൽ കർത്താവ് തുറക്കണമെന്നായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷലോം ശിശുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ നിറവുകൾ തന്റെ മേൽ നിറയ്ക്കണമേ. പുത്തൻ വെളിപ്പാടുകളിലേക്കും ആഴങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോകണമേ. ഞാൻ അവനായിട്ട് തന്നെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ബീന ബാലഗോപാലായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള പ്രത്യേക ദീപമായി തന്നെ ഈ സീസണിൽ ഉപയോഗിക്കേണ്ടവനായിട്ട് ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റോസ്ലി നെടുപുഴയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള അനുഗ്രഹങ്ങളാൽ എല്ലാ അടവുകളെയും കർത്താവ് എടുത്തു മാറ്റി. കർത്താവ് ഉറവുകൾ തുറക്കുന്നവനാണ്, ശാപങ്ങളെ മുറിച്ചു മാറ്റുന്നവനാണ്. അങ്ങയുടെ കരമ കുടുംബത്തിന്മേൽ തുറന്നു വരുവാൻ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ സജനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ നിറവുകൾ തുറക്കണമേ. ക്രിസ്തുവിലുള്ള വളർച്ചകൾ തന്റെ മേൽ, തന്റെ കുടുംബത്തിന്റെ മേൽ, തലമുറകളുടെ മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ജോളി പൗലോസിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള മഹത്തായ മാറ്റം തന്റെ കുടുംബത്തിന്മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സുഷമ വിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെയുള്ള ദൈവിക അടുത്ത സ്റ്റെപ്പുകൾ തന്റെ മേൽ തുറക്കേണ്ടവനായിട്ടും തന്നെ അങ്ങനെ ഉപയോഗിക്കേണ്ടവനായിട്ടും തന്നെ അങ്ങനെ വളർത്തേണ്ടവനായിട്ടും അനേകർക്ക് ക്രിസ്തുവിനെ തുറന്നു കൊടുക്കുവാൻ ദൈവം തന്നെ ഉപയോഗിക്കേണ്ടവനായിട്ട് ഞാൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രചന ഫിലിപ്പിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനുള്ള പൂർണ്ണ ജയം തന്റെ കുടുംബത്തിന്മേൽ തുറക്കട്ടെ, തന്നിൽ തുറന്നു വരട്ടെ, തന്നൊരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. സുനിത സിസ്റ്റർ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിലും ക്രിസ്തുവിലുള്ള പൂർണ്ണ ജയം തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജോഫി സെബിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള പൂർത്തീകരണങ്ങൾ തന്റെ കുടുംബത്തിന്മേൽ തുറക്കട്ടെ കർത്താവ്. അങ്ങ് ആരംഭിപ്പിച്ചാൽ അങ്ങ് പൂർത്തീകരിക്കുന്ന ദൈവമാണല്ലോ. പെർഫെക്ഷൻ, പൂർത്തീകരണം തന്റെ മേൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ അരവിന്ദിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവിക അവകാശങ്ങൾ, ക്രിസ്തുവിൽ കൂടിയുള്ള സകല അവകാശങ്ങളും തന്റെ മേൽ വെളിപ്പെട്ട് വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അത് തന്നെ പ്രിയ സിസ്റ്റർ ലിബി തോമസിന്റെ മേൽ ക്രിസ്തുവിലുള്ള സകല അവകാശങ്ങളും, ന്യൂ ടെസ്റ്റ്മെന്റിൽ, ന്യൂ കവനന്റിലുള്ള സകല അവകാശങ്ങളും അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു സീസൺ തന്റെ മേൽ തുറന്നു വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സുനു, സൂസൻ, സക്രിയ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവിക ആ വചനത്തിന്റെ വെളിപ്പാടിലുള്ള ദൈവിക നന്മകൾ തുറന്നു വരുമ്പോൾ ശത്രുവിന്റെ മേലുള്ള സകല ശത്രുവിന് തന്റെ മേലും തന്റെ കുടുംബത്തിന് മേലുള്ള സകല അധീനതകളെയും എടുത്തു മാറ്റി ദൈവിക നിറവുകളാൽ അതിനെ മുഴുവൻ ജയിപ്പിക്കുന്ന ദൈവപ്രവർത്തികൾ തുറന്നു വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലില്ലി ശിശു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ വളരുന്ന ഒരു വളർച്ച, അകത്തുള്ള ഭയങ്ങൾ മുഴുവൻ എടുത്തു മാറ്റി ദൈവിക സമ്പന്നതകളാലും ദൈവിക സ്നേഹത്താലും നിറച്ച് ദൈവിക നിറവുകളിലേക്ക് വളർത്തുന്ന സകല വളർച്ചകളും സകല അനുഗ്രഹങ്ങളും തന്റെ മേൽ തുറന്നു വരുവാൻ ഞാൻ തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അനു, മേരി, സക്രിയയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ കുടുംബത്തിന് മേലും അങ്ങനെയുള്ള നിറവുകൾ തുറക്കുവാൻ, വളർച്ചയുടെ ആഴങ്ങൾ ദൈവാത്മാവ് തുറക്കണവനായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ അനിത ഷാജിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പല കാലങ്ങളിൽ ദൈവാത്മാവ് ഇടപെട്ട ഇടപെടലുകളും ദൈവാത്മാവ് സംസാരിച്ച ദൈവശബ്ദങ്ങളും ആഴമായി തന്റെ അകത്ത് കിടക്കുമ്പോൾ അവന്റെ പെർഫെക്ഷനിലേക്ക്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വളർത്തുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആഴത്തിൽ അതിന്റെ മേഖലകൾ തുറന്നു വരുന്നവ അനുഭവിപ്പാൻ കർത്താവ് തന്നെ ഒരുക്കേണ്ടവനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പെർഫെക്ഷനുകളും തന്റെ കുടുംബത്തിന്മേൽ തുറക്കട്ടെ അപ്പ. സിസ്റ്റർ ഡെൽഫി സിസ്റ്റർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടമാനം വേദനകളും ഭാരങ്ങളൊക്കെ തന്നെ അനുഭവിച്ചെങ്കിലും കർത്താവ് കൊടുക്കുന്ന ശാന്തതയ്ക്കും വളർച്ചകൾക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തിന്മേൽ അങ്ങനെയുള്ള നിറവുകളും അനുഗ്രഹങ്ങളും അങ്ങയുടെ ആത്മാവ് തുറക്കുവാൻ ഞാൻ അങ്ങയുടെ ദാസിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മകൾ ദെബോരയെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ആ കുഞ്ഞും ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. റോണി ബ്രദറിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുത്ത സമർപ്പണത്തിനും കർത്താവ് അകത്തോടുത്തിരിക്കുന്ന വളർച്ചകൾക്കുമായി സ്തോത്രം. അതിന്റെ പൂർവ്വയിലേക്ക് വളർന്ന് കുടുംബമായ ദൈവാത്മാവ് ആ കുടുംബത്തെ ഉപയോഗിപ്പാൻ, ഒരു ഉത്തമ കുടുംബത്തിന് ആവശ്യമായ സകല മേഖല തുറന്നു കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ കർത്താവ് ഒരു ബ്ലെസ്സഡ് ലൈഫിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരു മാസമായി ഈ മാസം ദൈവാത്മാവ് മാറ്റണവനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഡേസിസ്റ്റിക്കായി പ്രാർത്ഥിക്കുന്നു. റോസ്മിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ മക്കളുടെ കുടുംബത്തിനെ രാജപുതനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തെ കർത്താവ് അങ്ങനെ തലത്തിൽ ഉപയോഗിക്കണമേ. പ്രത്യേകിച്ച് റോസ്മിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവിക ഇടപെടലുകളും ദൈവിക വളർച്ചകളും തുറക്കണവനായിട്ട് ഞാൻ അവളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കുടുംബം ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. ആ കുടുംബം ദൈവിക ശാശ്വതമായ
നന്മകൾ അറിഞ്ഞ് ക്രിസ്തുവിലുള്ള സകല ദൈവിക അവസ്ഥകളും ആ കുടുംബത്തിനെ തുറന്ന് സ്വസ്ഥതകൾ തുറന്ന് ആ കുടുംബം ഒരു വളർച്ചയായി മാറേണ്ടവന് ഞാൻ ആ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾ അബിഗയിലായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവൾ ക്രിസ്തുവിൽ വളരട്ടെ. കർത്താവേ, പൈശാചിക സാമ്രാജ്യത്തിന് മേൽ അധികാരം കൊടുക്കുന്നവന്റെ കരം നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളും എന്ന് പറഞ്ഞ കർത്താവ് അവളുടെ മേൽ ദൈവിക കർത്താവ് യുദ്ധത്തിനായിട്ട് ആത്മീക യുദ്ധത്തിനായിട്ടുള്ള ആയുധങ്ങൾ അവളുടെ മേൽ കൈമാറുവാൻ ഞാൻ അവളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ രുക്മിണിക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ നിറവുകൾ തന്നെ മേൽ തുറക്കണമേ. കർത്താവ് ബസ് പ്രാർത്ഥിച്ചപ്പോൾ അതിരുകളെ വിശാലമാക്കിയതുപോലെ ആ കുടുംബത്തിന്റെ അതിരുകൾ വിശാലമാകേണ്ടവനായിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഡയാനയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള സകല വിശ്വാസവും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ അകത്തു വളരുന്ന സകല വിശ്വാസവും, ആ വിശ്വാസത്തിൽ വളരുന്ന സകല ദൈവപ്രവർത്തികളും തന്റെ കുടുംബത്തിന്മേൽ തുറന്നു വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ നേടിയ പിതാക്കന്മാരുടെ ചരിത്രം ഞങ്ങളുടെ പുറകിൽ നിൽക്കുമ്പോൾ അത് മുഴുവൻ അവളുടെ മേൽ ആ കുടുംബത്തിന് മേൽ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശ്വാസത്താൽ വൻ കാര്യങ്ങൾ പ്രിയ മകൾ നേടട്ടെ. കർത്താവേ, ശുഭാവർഗീസിനെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തന്റെ അകത്ത് കർത്താവ് കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകൾക്ക് സ്തോത്രം. എല്ലാ വേദനകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ജോഷുവയ്ക്കായി ഞങ്ങൾ പ്രത്യേക സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന്മേൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ആഴത്തിൽ അങ്ങ് തുറക്കണമേ. കർത്താവേ, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ശക്തിയും വിശ്വാസത്താൽ വരുന്ന സുരക്ഷിതത്വവും ആഴമായി തന്റെ കുടുംബം അറിയട്ടെ. കർത്താവ്, ഞാൻ അവനായിട്ട് ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ മകൾ ഹന്നയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ അരവിന്ദനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിലുള്ള അത്ഭുതങ്ങൾ, ക്രിസ്തുവിലുള്ള നിറവുകൾ, അത്ഭുതങ്ങളുടെ നിറവുകൾ അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ ഞാൻ അങ്ങയുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവനകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ യൗവനക്കാരെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകന്മാരെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വടക്കേ സഭകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ 1-2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥന നിർത്തുന്നു. അപ്പം ആരെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ അവർക്ക് ഇപ്പോൾ ടൈപ്പ് ചെയ്താൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ്, ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയാ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൂട്യൂബ്, ഞങ്ങളുടെ അങ്ങനെയുള്ള ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കായി എല്ലാം പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളും ചില പുതിയ തുടക്കങ്ങൾ, ചില പുതിയ ആരംഭങ്ങൾ കാണുന്ന ഒരു സീസണായിട്ട് ഈ സീസൺ മാറട്ടെ. കർത്താവ്, പ്രത്യേകിച്ച് യൗവനക്കാരെ മുഴുവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം എല്ലാവരും ഒരുപോലെ നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവ്, അനുഗ്രഹീതമായ ഒരു പുതിയ മാസം ഞങ്ങൾ പ്രവേശിച്ചല്ലോ. ഈ മാസം ഞങ്ങളെ കേൾപ്പിച്ചതുപോലെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്, മരണത്തെ ഉയർത്തെഴുന്നേറ്റ് പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ജീവിച്ചതുപോലെ ഞങ്ങൾ റിസറക്ഷന്റെ നിറവിൽ ജീവിക്കുന്നൊരു മാസമായി മാറട്ടെ എന്ന് ഞാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് തുറന്നു വരട്ടെ, കാണട്ടെ, അനുഭവിക്കട്ടെ. പ്രാർത്ഥന ഘടകനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.